പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് കടക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ ദിവസത്തിലാണ്. എല്ലാവരും വലിയ തിരക്കിലായിരിക്കും അല്ലേ കെ പി? ഇന്ന് ഓഫീസുകളിലൊക്കെ വലിയ തിരക്കുള്ള ദിവസമാണ്. ഒപ്പം ഒരു സജീവമായ വാർത്താ ദിനം നേരത്തെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുഖ്യമന്ത്രിക്ക് ഇന്ന് നിർണായക ദിവസമാണ്. ഈ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രത്യേകത, ഈ മലയാളികൾ എപ്പോഴും രാഷ്ട്രീയ സാക്ഷരത കൂടിയുള്ളവരാണ്. നമ്മുടെ വീട്ടമ്മമാർ പോലും ഈ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ടെലിവിഷനിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ നോക്കി കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിനമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തു എന്ന പരാതിയിൽ ലോകായുക്തയുടെ വിധി ഇന്നാണ് വരാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ പ്രധാന തലക്കെട്ട് സ്വാഭാവികമായും ഈ വാർത്ത തന്നെയായിരിക്കും. സർക്കാരിനും മുഖ്യമന്ത്രിക്കും വലിയ നിർണായകമാകും എന്തായാലും. ഒപ്പം വിവാദങ്ങൾക്കിടെ സിസ തോമസ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് എന്നുള്ള സാങ്കേതിക സർവകലാശാല VC ഹിയറിംഗിന് ഹാജരാകാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം അരിക്കൊമ്പൻ അതെ, ചിന്നക്കനാലിൽ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ ഹർത്താൽ അടക്കം നടത്തി. പക്ഷേ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. ഭരണകൂടങ്ങൾക്ക് വലിയ പരിമിതിയുണ്ട്. കോടതിയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പ്രാക്ടിക്കലല്ല. പക്ഷേ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്തോറും. ഈ പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾ അത് കോടതി കുറച്ചുകൂടി ഗൗരവത്തോടെ കണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ നമുക്ക്. അശ്വതി, അതെ. ഒപ്പം മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത, സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകളിലുള്ള വർധനയാണ്. ഇന്നലെ 765 പേർക്കാണ് കോവിഡ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഫെബ്രുവരി മാസത്തിൽ കോവിഡ് നിരക്ക് കുറഞ്ഞു നിന്നിരുന്നു. മാർച്ചിൽ അത് ഉയർന്നു വരുന്നു. ഇനിയിപ്പോൾ ഏപ്രിൽ അവധിക്കാലമാണ്, ആഘോഷങ്ങളുടെ സമയമാണ്, കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് കോവിഡിനെ എന്തായാലും ആശങ്കയോടുകൂടി തന്നെയാണ് നമുക്ക് നോക്കി കാണേണ്ടി വരുന്നത്. ഒപ്പം IPL 16ാം സീസൺ ഇന്ന് മുതൽ തുടക്കമാവുകയാണ്. അത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പ് ഹെഡ്ലൈൻസ് ഒന്ന് കണ്ടുവരാം. പ്രധാന വാർത്തകൾ. വാർത്തകളുടെ പ്രാധാന്യം അനുസരിച്ച് നമുക്ക് തലസ്ഥാനത്ത് നിന്ന് നമ്മൾ തുടങ്ങി വെച്ചത് തീർച്ചയായും ലോകായുക്തയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന ഒരു ദിനം. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തു എന്നതാണ് ഈ ലോകായുക്തയ്ക്ക് മുന്നിലുള്ള പരാതി. മാത്രമല്ല 18 മന്ത്രിമാർ, അതിൽ മുഖ്യമന്ത്രിക്ക് നിർണായകമാകുന്നത് കഴിഞ്ഞ മന്ത്രിസഭയല്ല ഇപ്പോഴുള്ളത് എന്നാണ്. ലോകായുക്തയുടെ വിധി എതിരായാൽ സ്വാഭാവികമായും KT ജലീൽ അടക്കം ലോകായുക്ത വിധി എതിരാവുകയും അങ്ങനെ രാജിവെക്കുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രമാണ് ഉള്ളത്. ആ ഒരു നിയമ ഭേദഗതി മുന്നിൽ ഉണ്ട്, ബില്ലായി. അത് ഗവർണർക്ക് മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഗവർണർ അത് ഒപ്പിടാത്തിടത്തോളം പഴയ ആ നിയമം എന്താണെങ്കിലും അതാണ് നിലനിൽക്കുന്നത്. നമുക്ക് ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ലോകായുക്ത ഇന്ന് നിർണായകം, മുഖ്യമന്ത്രിക്കും സർക്കാരിനും നിർണായകമാകുമ്പോൾ എന്താണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് അഭിലാഷ്, ഗുഡ് മോർണിംഗ് അശ്വതി. എന്തായാലും ഏറ്റവും നിർണായകമായ ദിവസമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളവും മുൻ സർക്കാരിലെ, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രിക്കും 18 മന്ത്രിമാർക്കുമെതിരെയാണ് ഇത്തരമൊരു ലോകായുക്തയിൽ കേസ് വന്നിരുന്നത്. കേസ് കൊടുത്തത് മുൻ സിൻഡിക്കേറ്റ് അംഗം കൂടിയായിരുന്ന RS ശശികുമാറാണ്. കേസിൻ്റെ വാദം 1 വർഷം മുൻപ് പൂർത്തിയായിരുന്നു. അതായത് 3 കേസുകളാണ്, അതായത് 3 നടപടികളാണ് സർക്കാരിനെ ഈ ഒരു ലോകായുക്ത നടപടി
നടപടിയിലേക്ക് അല്ലെങ്കിൽ കേസുകളിലേക്ക് എത്തിച്ചത്. ഒന്ന്, മുൻ MLA ആയിരുന്ന KK രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് നൽകിയ ധനസഹായം, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരുന്നു. രണ്ടാമത്, ഉഴവൂർ വിജയൻ്റെ കുടുംബത്തിന് നൽകിയ ധനസഹായം. കൂടാതെ അന്തരിച്ച മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഡ്രൈവർ, അപകടത്തിൽപ്പെട്ട് മരിച്ച ഡ്രൈവറുടെ കുടുംബത്തിന് നൽകിയ ധനസഹായം. ഈ 3 ധനസഹായവും ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചതാണ് എന്നായിരുന്നു ആരോപണം. അത് ഏകദേശം ശരിവെക്കുന്ന രീതിയിലുള്ള വാദങ്ങളായിരുന്നു ലോകായുക്തയിൽ നടന്നത്. പക്ഷേ കഴിഞ്ഞ 1 വർഷമായി കേസ് പെൻഡിങ്ങിലാണ്. അതിലൊരു വിധി പറയാതെ മാറ്റിവെക്കുകയായിരുന്നു. കാരണം ലോകായുക്തയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് നിയമസഭ പാസ്സാക്കിയിരുന്നു. അത് ഗവർണറുടെ പരിഗണനയിലാണ്. അത് ഒപ്പിടും അല്ലെങ്കിൽ ലോകായുക്ത ഭേദഗതി നിയമം നിലവിൽ വരുമോ എന്നുള്ള ഒരു കാലതാമസമായിരിക്കാം വിധി പറയാതെ മാറ്റിവെച്ചത്. എന്നാൽ അതിനെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഹർജിക്കാരൻ്റെ വാദം കേൾക്കണമെന്നുള്ള നിർദ്ദേശം ലോകായുക്തയ്ക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്ത വാദം കേൾക്കുകയും അടിയന്തരമായ വിധി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും കുറ്റക്കാർ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്ന് ലോകായുക്ത വിധിക്കുകയാണെങ്കിൽ അത് ഇന്ന് സർക്കാരിന് ഏറ്റവും നിർണായകമാകും. പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ സ്വജനപക്ഷപാതമോ അഴിമതിയോ നടത്തിയെന്ന് ഏതെങ്കിലും മന്ത്രിമാർക്കോ ഉദ്യോഗസ്ഥർക്കോ എതിരെ ലോകായുക്ത കണ്ടെത്തിക്കഴിഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് അവരുടെ നിയമനാധികാരിയാണ്. സാധാരണ മന്ത്രിമാർക്കെതിരെയാണ് അത്തരമൊരു വിധി ലോകായുക്തയിൽ നിന്ന് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി തുടർ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിക്ക് എടുക്കാം. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് വിധി വരികയാണെങ്കിൽ അതിൻ്റെ തുടർ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഗവർണറാണ്. ഇതിൽ ഭേദഗതി വരുത്തി മുഖ്യമന്ത്രിക്കെതിരെ വന്നു കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് അധികാരം നിജപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്കായിരുന്നു ബില്ല് വന്നത്. പക്ഷേ ബില്ല് ഇതുവരെ പാസ്സായില്ല. അതുകൊണ്ട് തന്നെ ഗവർണറുടെ കയ്യിൽ തന്നെയാണ് അധികാരം. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി പറഞ്ഞാൽ അതിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ധാർമ്മികമായി പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. അത്തരത്തിൽ വിധി വരുമോ, വിധി വന്നാൽ സർക്കാരിനെതിരാകുമോ, എതിരായാൽ സർക്കാർ ഏത് രീതിയിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നിർണായകം. മുൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ കൂടി ഇപ്പോഴത്തെ മന്ത്രിസഭയിലുണ്ട്. എന്തായാലും ആ കാര്യങ്ങൾ കൂടി അതിൽ ഏത് തീരുമാനമെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. എന്തായാലും മുഖ്യമന്ത്രിയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലോകായുക്ത ഭേദഗതി നിയമം ബില്ല് ഗവർണറുടെ പരിഗണനയിലാണ്. ഇതിനിടെ ഒരു വിധി വരുമ്പോൾ അത് ഏത് രീതിയിൽ നേരിടും, അത് എതിരാകുമോ, എതിരായാൽ എങ്ങനെയാണ് സർക്കാർ നേരിടാൻ പോകുന്നത്, ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അടക്കം രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഏറ്റവും നിർണായകമായ ചർച്ചയും. എന്തായാലും ഏറ്റവും രാഷ്ട്രീയത്തിൽ 2ാം പിണറായി സർക്കാർ തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം EK നായനാർ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നത്. അധികാരത്തിലിരിക്കുന്നവർ ആ പദവി ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യരുത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ആ നിയമം ആണിപ്പോൾ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ ലോകായുക്തയുടെ വിധി അംഗീകരിക്കണോ വേണ്ടയോ എന്ന് അധികാരത്തിലിരിക്കുന്നവർ തന്നെ തീരുമാനിക്കുന്ന ഒരു കൗതുകകരമായ സാഹചര്യത്തിലേക്കാണ് ഈ ബില്ല് എത്തുന്നത്. അവിടെ ഉമേഷ് ഉണ്ടാകുന്ന സംശയം, ഈ ഇടത് കേന്ദ്രങ്ങൾ അത് ഏത് നിലയിലായിന് ഇപ്പോൾ ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? കാരണം 1 വർഷമായി ഇതിൻ്റെ വാദമൊക്കെ പൂർത്തിയായിട്ട്. സാധാരണ ലോകായുക്ത ഒരു 6 മാസത്തിൽ കൂടുതൽ വിധി പറയാൻ സമയമെടുക്കാറില്ല. ഇതിപ്പോൾ 1 വർഷമായി. അതാണ് ഇതിൻ്റെ ഒരു സസ്പെൻസ്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും സമയമെടുത്തത്? അത് സർക്കാരിനെതിരാണോ? ഇങ്ങനെയൊക്കെയുള്ള ആശങ്കയുണ്ട്. എന്താണ് ഇടത് കേന്ദ്രത്തിൻ്റെ ഒരു പ്രതികരണം ഉമേഷ്? അത്തരമൊരു പ്രതികരണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണങ്ങളിലേക്കൊന്നും ഇടത് കേന്ദ്രങ്ങൾ കടന്നിട്ടില്ല. കാരണം ഇത് വളരെ ഏറ്റവും നിർണായകമായ വിധിയാണ്. പ്രത്യേകിച്ച് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഒരുപക്ഷെ അധികാര ദുർവിനിയോഗം ആരോപിക്കപ്പെട്ടാൽ കോടതിയുടെ മുന്നിൽ ഒരുപക്ഷെ അത് തെളിയിക്കാനാകുന്ന തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ MLAയുടെ കുടുംബത്തിന് ആ കടം വീട്ടാൻ വേണ്ടിയുള്ള നിശ്ചിത തുക അനുവദിക്കുന്നു. മുൻ MLA കൂടിയായിരുന്ന ഉഴവൂർ വിജയൻ്റെ കുടുംബത്തിന് ഏകദേശം 25 ലക്ഷത്തോളം രൂപ മരിച്ച ശേഷം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കുന്നു. കൂടാതെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മുൻ ഡ്രൈവർ അപകടത്തിൽ മരിച്ച ഡ്രൈവറുടെ കുടുംബത്തിന് അനുവദിക്കുന്നു. ഇത് 3ഉം സാധാരണ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന തുകയേക്കാൾ വളരെ കൂടുതലാണ്. അത് സാധാരണ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു അപേക്ഷ നൽകി അത് പരിഗണിച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനുള്ള സമയം പോലും എടുക്കാതെ വളരെ പെട്ടെന്ന് അനുവദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ആ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് അത് ദുരിതാശ്വാസ നിധി രൂപീകരിക്കുമ്പോൾ എന്തായിരുന്നു
എന്തായിരുന്നു ലക്ഷ്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രൂപീകരിക്കുമ്പോൾ എന്തായിരുന്നു ലക്ഷ്യം, ആ ലക്ഷ്യം അല്ല ഇതിലൂടെ പ്രാവർത്തികമാക്കിയതെന്നും അത് വകമാറ്റിയാണ് ഈ 3 ഇടപാടുകളും അല്ലെങ്കിൽ 3 ധനസഹായങ്ങളും നൽകിയത് എന്നായിരുന്നു ആർ ശശികുമാറിൻ്റെ വാദം. എന്തായാലും വാദത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ആർ ശശികുമാറിൻ്റെ വാദങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ പരോക്ഷമായെങ്കിൽ പോലും അംഗീകരിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ പലപ്പോഴായി ഉയർന്നു. ജഡ്ജിയുടെ ഭാഗത്തു നിന്നടക്കം ലോകായുക്തയുടെ ഭാഗത്തു നിന്നടക്കം ലോകായുക്തയും ഉപലോകായുക്തയുമാണ് കേസിൽ വിധി പറയാൻ പോകുന്നത്. എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് പോലും ഉയർന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും പ്രത്യേകിച്ച് ഇടത് കേന്ദ്രങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും. കഴിഞ്ഞ സാധാരണ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 6 മാസത്തിൽ കൂടുതലൊന്നും വിധി പറയാനുള്ള സാവകാശം അല്ലെങ്കിൽ സമയം എടുക്കാറില്ല. ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് KT ജലീലിൻ്റെ മന്ത്രിസ്ഥാനം പോകുന്നതും ഇത്തരത്തിൽ ലോകായുക്ത വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു. ലോകായുക്ത വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അന്ന് ആ സമയത്ത് വിധി വന്ന സമയത്ത് KT ജലീൽ പറഞ്ഞിരുന്നെങ്കിലും തൊട്ടു പിന്നാലെ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇത്തരത്തിൽ വളരെ നിർണായകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുക, അതെങ്ങനെ ഇടത് കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും, അതിൽ എന്ത് നിലപാട് സർക്കാർ എടുക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. വിധി പ്രതികൂലമാവുകയാണെങ്കിൽ അതിനെ സ്വാഭാവികമായി മുഖ്യമന്ത്രിക്കെതിരെ കൂടി അതിനൊരു വിധിയായി മാറും. കാരണം ഈ സർക്കാരല്ല, കഴിഞ്ഞ സർക്കാരാണെങ്കിലും ആ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ധാർമ്മികമായി ഉത്തരവാദിത്വം ഉള്ള ആളായി മാറും. ആ സാഹചര്യത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു നിയമന അധികാരി എന്ന നിലയിൽ ഗവർണർക്കാണ് അതിൽ തീരുമാനമെടുക്കാനുള്ള അന്തിമ അധികാരമുണ്ടാവുക. സ്വാഭാവികമായി ഗവർണർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമോ, ആ വിധി പ്രതികൂലമായാൽ മാത്രം, പ്രതികൂലമായാൽ രാജി ആവശ്യപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി കാണേണ്ടത്. വിധി അനുകൂലമായി കഴിഞ്ഞാൽ സ്വാഭാവികമായി സർക്കാർ വാദം, അതായത് ദുരിതാശ്വാസ നിധിയിലെ വകമാറ്റി ചെലവഴിക്കൽ നടന്നിട്ടില്ല, ഇത് അർഹതപ്പെട്ടവർക്ക് നൽകുക മാത്രമാണ് ഉണ്ടായത്, പൊതുപ്രവർത്തകരായി നിന്നവർക്ക് ഉണ്ടായ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി അത് ഒരു പരിധിവരെ പരിഹരിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന നിലയിലെല്ലാം ന്യായീകരിച്ചിരുന്നു. ആ ന്യായീകരണങ്ങൾക്ക് വാലിഡിറ്റി അല്ലെങ്കിൽ അതിന് അംഗീകാരം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും വിധി. അതെ, വലിയ ആശ്വാസമാകും വിധി അനുകൂലമാണ് സർക്കാരിന് എങ്കിൽ. കാരണം ഒട്ടേറെ ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഏറ്റവും ഒടുവിലായി ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നിരവധിയായ ആരോപണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് അധികാരത്തിലേറിയത്. അതിനിടയിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതായത് വ്യാപകമായി ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ഈ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന്, അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് പോലീസുകാരൻ മരിക്കുന്നു, അയാളുടെ കുടുംബത്തിന്, മുൻ MLA-യുടെ കുടുംബത്തിന് അങ്ങനെയൊക്കെ ഈ പണം നൽകാമോ എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം നിൽക്കുന്നത്. എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നു 11 മണിയോടുകൂടി ആയിരിക്കണം ലോകായുക്ത വിധി പ്രഖ്യാപിക്കുക. അപ്പൊ എന്തായാലും അത് വളരെ നിർണായകമാണ്. തുടർ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കും. ഉമേഷ് ചേരും. ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഉമേഷ്, അത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്? പ്രത്യേകിച്ച് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നപ്പോൾ മാസ്ക് നിർബന്ധമല്ല എന്നുള്ളത് നമ്മളെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകിയിരുന്നു, ആശ്വാസം നൽകിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ഏത് സാഹചര്യത്തിലാണ് കേരളം ഈ അവധിക്കാലത്തിലേക്ക് കടക്കുകയാണ്? കുട്ടികൾ അവധിക്കാലത്തിലേക്കൊക്കെ കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട് ഉമേഷ്? എന്തായാലും ആശ്വസിക്കാവുന്ന സാഹചര്യങ്ങളല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 765 കേസുകൾ ഒരു ദിവസം സ്ഥിരീകരിക്കുന്നത് ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷമാണ്. സാധാരണ കോവിഡ് കേസുകൾ ഉയർന്നപ്പോഴെല്ലാം പ്രതിദിന കേസുകൾ 200-ഓ 300-ഓ എന്ന നിലയിൽ മാത്രം നിന്നിരുന്ന ഒരു സമയം നിന്ന്, അതായത് കഴിഞ്ഞ ഒരു 1.5 വർഷമായി അതേ സാഹചര്യമായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും വലിയ രീതിയിൽ കോവിഡ് കേസുകൾ ഉയരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഒമിക്രോൺ വ്യാപന സമയത്തായിരുന്നു ഒമിക്രോൺ കേരളത്തിലേക്ക് എത്തുകയും ഒമിക്രോൺ വ്യാപനം കേരളത്തിലേക്ക് കൂടുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പ്രതിദിന കേസുകൾ 50,000-ന് മുകളിലെല്ലാം പോയിരുന്നത്. പക്ഷേ ആ സാഹചര്യങ്ങൾ മാറി വരികയും വാക്സിൻ
വലിയ രീതിയിൽ വാക്സിൻ എത്തിക്കാൻ കഴിയുകയും ചെയ്തതോടുകൂടി കോവിഡ് വ്യാപനവും വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും കോവിഡ് വ്യാപനം ഉയരുന്നു. രാജ്യത്ത് തന്നെ ഇപ്പോൾ പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഉയർന്ന കണക്ക് കേരളത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഒമിക്രോൺ ആണ് നിലവിൽ നടത്തിയ ജനിതക ശ്രേണീകരണത്തിലെല്ലാം ലഭിച്ചത് കൂടുതൽ വ്യാപനം നടക്കുന്നത് ഒമിക്രോൺ ആണ് എന്നുള്ളതാണ്. ഒമിക്രോണിൻ്റെ ഒരു വകഭേദമാണ് എന്നുള്ളതാണ്. മറ്റ് ഒരു ജനിതക വ്യതിയാനവും അല്ലെങ്കിൽ ജനിതക മാറ്റം വന്ന മറ്റൊരു വൈറസും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒമിക്രോൺ ആണ് ഇപ്പോഴത്തെ വ്യാപനത്തിന് കാരണമെന്നും കണക്കാക്കുന്നു. എന്തായാലും നിലവിൽ ഇത്രത്തോളം ഒരു പ്രതിദിന കേസുകൾ കൂടുന്നത് ഇത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിനൊക്കെ ശേഷം ആദ്യമായിട്ടാണ്. മരണവും അത്തരത്തിൽ കുറവല്ല. കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20 കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചു. പക്ഷേ മരിച്ചതെല്ലാം 60 വയസ്സിന് മുകളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കോവിഡ് വ്യാപനം കൂടുന്നത് ആശങ്കപ്പെടുത്തുന്നു. നിലവിൽ എന്തായാലും പ്രതിരോധ മാർഗങ്ങൾ തുടരാനാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം. പ്രത്യേകിച്ച് ആശുപത്രികളിൽ എത്തുന്നവർ കൃത്യമായി മാസ്ക് ധരിക്കണം. അത് അവർക്ക് മാസ്ക് നിർബന്ധമാണ്. അവർക്കും ആരോഗ്യ പ്രവർത്തകരും കൃത്യമായി മാസ്ക് ധരിക്കണം. അവർക്ക് മാസ്ക് ധരിക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഗർഭിണികൾ, പ്രായമായവർ എന്നിവർ പുറത്തിറങ്ങുമ്പോഴും എപ്പോഴും മാസ്ക് അവർക്ക് നിർബന്ധമാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് കോവിഡ് അവലോകന യോഗം ചേർന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന അവലോകന യോഗത്തിൽ പ്രതിദിന കേസുകൾ ആ സമയത്ത് 200-ഉം 150-നും 200-നും ഇടയിലായിരുന്നു. അതാണ് ഒരാഴ്ച കൊണ്ട് 700-ന് മുകളിലേക്ക് എത്തിയത്. എന്തായാലും പ്രതിരോധ നടപടികൾ സർക്കാർ ഊർജിതമാക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. സംസ്ഥാനത്ത് വീണ്ടും ഒരു ആശങ്ക പടർത്തുന്ന റിപ്പോർട്ട് തന്നെയാണ്. എപ്പോഴും നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ ആവർത്തിച്ച കാര്യമാണ്. ആശങ്കയല്ല, ജാഗ്രതയാണ് ജനങ്ങൾ പുലർത്തേണ്ടത് എന്ന്. തീർച്ചയായും കോവിഡ് ഉയരുമ്പോൾ അങ്ങനെ ഒരു ജാഗ്രത പുലർത്തേണ്ട സമയം തന്നെയാണ്. പ്രത്യേകിച്ച് 6 മണി നമുക്ക് വലിയ സമയം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ എത്ര എന്നുള്ളത് അതിലേക്കൊന്നും നമ്മൾ പോകാതിരിക്കട്ടെ. മാത്രമല്ല അശ്വതി തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഇന്ന് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒരു പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ അടക്കം വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഈ വ്യവസായ വാണിജ്യ മേഖലകളൊക്കെ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റേഷനുകൾ, ബാങ്കിങ് മേഖല, ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സമയമാണ്, തിരിച്ചു പിടിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് അങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആണ്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC-ആയി സിസ തോമസ് ചുമതലയേറ്റത്. ആ കാലാവധി അവസാനിക്കുകയാണ്. സിസ തോമസ് വിരമിക്കുകയാണ്. സിസ വിരമിക്കുമ്പോഴും ഈ ഏറ്റുമുട്ടലിനൊരു കുറവുമില്ല. ഇന്ന് സിസയോട് ഹാജരാകണമെന്ന് സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഉമേഷിലേക്ക് തന്നെ പോകാം. ഉമേഷ്, ഈ ഒരു ഏറ്റുമുട്ടൽ അത് അവസാനിക്കുന്നില്ല. ഗവർണറും അതോടൊപ്പം തന്നെ സർക്കാരും ഇപ്പോഴും 2 തട്ടിൽ തന്നെയാണ്. പക്ഷേ അതിൽ ഇത്തരം ഉദ്യോഗസ്ഥർ, അതായത് സിസയെ പോലുള്ള ഉദ്യോഗസ്ഥർ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു പശ്ചാത്തലമാണോ ഉള്ളത്? വളരെ ഒരുപക്ഷെ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സിസ തോമസിനുടെ ഒരു അവസ്ഥ കുറച്ചുകൂടി ദയനീയാവസ്ഥയാണ്. കാരണം ഇന്ന് അവർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഇന്ന് ദീർഘകാലത്തെ സർവീസിന് ശേഷം ഒരുപക്ഷെ ഒരു സുപ്രധാന പോസ്റ്റിലെത്തി വിരമിക്കാനിരിക്കുന്ന ഒരാൾ ഇന്ന് തന്നെ സർക്കാർ വിളിച്ച ഒരു സർക്കാരിൻ്റെ മുന്നിൽ അച്ചടക്ക നടപടിക്ക് മുന്നോടിയായിട്ടുള്ള ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുന്ന ഒരു ദുർവിധിയാണ് അവർക്കുള്ളത്. അവർ ഒരു ഘട്ടത്തിൽ ഗവർണർ സർക്കാർ പോരിൻ്റെ ഭാഗമായി മുൻ KTU VC-ക്ക് രാജിവെക്കേണ്ടി വന്നു. സ്ഥാനം നഷ്ടപ്പെട്ടു. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ആ നടപടി. തുടർന്ന് തൊട്ടടുത്ത് ഗവർണർ സ്വന്തം നിലയിലായിരുന്നു സിസ തോമസിനെ താൽക്കാലിക VC-ആയിട്ട് നിയമിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയിൽ പോവുകയും അതിന് സർക്കാരിന് അനുകൂലമായ വിധി അല്ലെങ്കിൽ ഗവർണറുടെ വാദം തള്ളുന്ന വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുകയും സിസ തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. അതിനുശേഷം സിസ തോമസ് വീണ്ടും കോടതിയിൽ പോവുകയും തൻ്റെ വാദം കേൾക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ വാദം കേൾക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നാണ് ആ ദിവസം. ഇന്ന് അവർ വിരമിക്കുകയാണ്. ഒരുപക്ഷെ ദീർഘകാല അധ്യാപക ജീവിതത്തിൽ ഏറ്റവും ഒരു അധ്യാപക ജീവിതമാകട്ടെ സർവീസ് കാലഘട്ടമാകട്ടെ അവരുടെ ഏറ്റവും സുപ്രധാന അല്ലെങ്കിൽ ഏറ്റവും സമാധാനപരമായ ദിവസമാകേണ്ട ദിവസമാണിന്ന്. പക്ഷേ
സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല. ഗവർണറെ വിശ്വസിച്ച് താൽക്കാലിക VC പദം ഏറ്റെടുത്തു. എന്നാൽ സർക്കാരിൻ്റെ പദം സിസ തോമസിൻ്റെ നിയമനാധികാരി എന്ന് പറയുന്നത് സർക്കാരാണ്. സ്വാഭാവികമായി സർക്കാരിനോട് ആരായാതെ അല്ലെങ്കിൽ സ്വാഭാവികമായ നടപടിക്രമമാണ് മറ്റെന്തൊരു പോസ്റ്റ് ഒരു സർക്കാർ നിയമിച്ച ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിലും അതിൻ്റെ NOC വാങ്ങുക, ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ NOC വാങ്ങുക എന്നുള്ള ഒരു ഉത്തരവ് അത് നിയമനം നൽകുമ്പോൾ തന്നെ നിയമനാധികാരിക്ക് ഒപ്പിട്ട് നൽകുന്നതാണ്. പക്ഷേ അത്തരമൊരു NOC വാങ്ങാൻ പോലും തയ്യാറാകാതെ ഗവർണറുടെ ഉത്തരവ് പ്രകാരം താൽക്കാലിക VC സ്ഥാനം സിസ തോമസ് ഏറ്റെടുക്കുന്നു. അത് സർക്കാരിനെ ചൊടിപ്പിച്ചു. സ്വാഭാവികമായി ആ നിയമനം നൽകുന്ന സമയത്തെ ആ NOC വാങ്ങണമെന്നുള്ള നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചാണ് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അത് പക്ഷേ സിസ തോമസ് കോടതിയിൽ പോയെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടാനായില്ല. കാരണം ഏത് സർക്കാർ ജീവനക്കാരനും നിയമിക്കപ്പെടുമ്പോൾ അത്തരമൊരു കരാർ വ്യവസ്ഥയിൽ തന്നെയാണ്, അത്തരമൊരു സർക്കാരുമായുള്ള ഒരു കരാറിൽ ഏർപ്പെട്ട് തന്നെയാണ് ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സിസ തോമസ് മറുപടി നൽകണമെന്ന് കോടതിയും നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിരമിക്കുന്ന ഇന്നേ ദിവസം സർക്കാരിന് മുന്നിൽ നേരിട്ട് ഹാജരായി ഇപ്പോൾ ഒരു വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും സർക്കാരിന് ഇതൊരു വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. കാരണം സർക്കാർ ഒരു ഘട്ടത്തിൽ സർക്കാർ ഗവർണർ പോരിൽ ഗവർണർ ഒരു ആയുധമാക്കിയത് സിസ തോമസിനെ ആയിരുന്നു. അതിൽ സിൻഡിക്കേറ്റ് അടക്കം സിസ തോമസിനെതിരെ രംഗത്ത് വന്നപ്പോഴും സിസ തോമസ് ഗവർണർക്കൊപ്പം നിന്ന് KTU സർവകലാശാല നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൽ ഒരു വിശദീകരണം ചോദിച്ച് നേരിട്ട് വിളിച്ചു വരുത്തി അതിലെ വിശദീകരണം ചോദിച്ച് ഒരു നടപടിയെടുക്കുക എന്നുള്ളത് സർക്കാർ ഒരു സ്വന്തം ഒരു വാശി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ദിവസം ഒരു വളരെ നിർണായകമായ ദിവസമാണ്. ആ ദിവസത്തിൽ തന്നെ അവർ സർക്കാരിൻ്റെ ഒരു അച്ചടക്ക നടപടിക്ക് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അഭിലാഷ്. തീർച്ചയായും ഈ തലസ്ഥാന നഗരം ആണ് എപ്പോഴും വാർത്തകളുടെ കൂടി ഒരു സ്ഥിരാകേന്ദ്രം. ഇന്നും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. ലോകായുക്തയുടെ വാർത്ത തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകൾ അത് തീർച്ചയായും ആരോഗ്യവകുപ്പ് അടക്കം ഇതിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ്, നടപടികൾ, മുൻകരുതലുകൾ, ജാഗ്രതാ നിർദ്ദേശം അത്തരം കാര്യങ്ങൾ നൽകുമോ എന്നറിയണം. സിസ തോമസുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഇതിന് പുറമെ പിന്നീട് ഉണ്ടാകുന്ന വാർത്തകൾ എന്തും സംഭവിക്കാം സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ഉമേഷ് ഒരു നല്ല വാർത്താ ദിനം ആശംസിക്കുകയാണ്. അല്ലെ, തിരക്കുള്ളൊരു ദിനമാകട്ടെ ഉമേഷിനും തിരുവനന്തപുരം ബ്യൂറോയ്ക്കും. അതെ, ഇനി നമുക്കൊന്ന് കോട്ടയത്തേക്കാണ് പോകേണ്ടത്. അവിടെ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം അതിവിപുലമായാണ് കോൺഗ്രസ് നടത്തിയത്. KPCC നമ്മുടെ പ്രഭാത കേരളം വൈക്കത്ത് നിന്നുള്ള വിശേഷങ്ങളൊക്കെ സജിത്തും ഒക്കെ വിപുലമായി തന്നെ ആളുകളോട് പക്ഷേ ഈ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിലെല്ലാം കല്ലുകടി സ്വാഭാവികമാണ്. ഇത്തവണയും അതിന് കാര്യമായ മാറ്റം, അഭിപ്രായ ഭിന്നത എന്ന് പറയും, നമ്മൾ കല്ലുകടി എന്ന് പറയും. അപ്പോ ഇത്തവണയും ഈ ശതാബ്ദി ആഘോഷത്തിലും വിവാദം ഉയർന്നിരിക്കുകയാണ്. മുരളീധരനും ശശി തരൂരിനും പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല എന്നുള്ളതാണ് പുതിയ പരാതി. അതെ, ഇവർ രണ്ടുപേരും വേദിയിലുണ്ടായിരുന്നു. മാത്രമല്ല ശശി തരൂരിന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാമല്ലോ. അദ്ദേഹം സ്വന്തമായി തന്നെ പല ക്യാമ്പയിനുകളും നടത്തുന്നു, പലരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു. പക്ഷെ ആ വേദിയിൽ മൂലക്കിരുത്തി എന്നാണ് യഥാർത്ഥത്തിൽ തരൂർ അനുകൂലികൾ പറയുന്നത്. അതിലുള്ള ഒരു അതിർത്തിയാണ് മുരളീധരൻ KPCC അധ്യക്ഷനോട് പറയുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് അറിയേണ്ടതിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. G. ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. G. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. അവിടെ നിന്നും വിവാദ വാർത്തയാണ് ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇനി എന്ത് നടപടി ഉണ്ടാകും? ഈ അതിർത്തി എത്രത്തോളം ശക്തമാണ് ശ്രീജിത്ത്? ഗുഡ് മോർണിംഗ് അഭിലാഷ് ആൻഡ് അശ്വതി. ഇന്നലെ വൈകുന്നേരം നടന്ന സമ്മേളനമാണ് രാത്രിയോടുകൂടി വിവാദത്തിന്റെ തിരികൊളുത്തി വിടുന്നത്. പ്രത്യേകിച്ച് മുരളീധരൻ, അതായത് ഇന്നലെ ആന്റണി സംസാരിക്കുന്നു, കൊടിക്കുന്നിൽ സുരേഷ് സംസാരിക്കുന്നു, അങ്ങനെ സംസ്ഥാനത്തെ പല നേതാക്കളും സംസാരിക്കുന്നുണ്ട്. പക്ഷെ മുൻ KPCC അധ്യക്ഷൻ കൂടിയായ തന്നെ ആ ഒരു പദവി കൂടി പരിഗണിച്ചുകൊണ്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. അപ്പോൾ കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് വേദി നിയന്ത്രിച്ചവർ ഒരുപക്ഷെ വിട്ടുപോയതാകാം എന്നാണ് പറയുന്നത്. പക്ഷെ തൻ്റെ കാര്യത്തിൽ ഇത്തിരി മറവി കൂടി വരുന്നുണ്ട് എന്നതടക്കം ഈ അപമാനിക്കുന്ന നിലയിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നത് എന്നതടക്കം മുരളീധരൻ വ്യക്തമാക്കുന്നു. എന്തായാലും മുരളീധരൻ്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം ഇന്നത് പരസ്യമായി പറയാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇന്നലെ KPCC അധ്യക്ഷനോട് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു.
ശശി തരൂരിനെ ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ചത് KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെയായിരുന്നു. പക്ഷേ ഈ വേദിയിലേക്ക് തരൂർ എത്തുമ്പോൾ അവിടെ സീറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കോട്ടയം DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് ഇരുന്ന കസേരയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞ് മാറി തരൂരിന് സീറ്റ് നൽകുകയായിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച. അവിടെ ആ വേദിയിൽ പിൻനിരയിലേക്ക് ഫലത്തിൽ തരൂരായി പോവുകയും ചെയ്തു. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായ നേതാവ് ഖാർഗെയോട് മത്സരിച്ച് തോറ്റ ശേഷം വൈക്കം സത്യാഗ്രഹം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയിൽ സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഇനി എടുത്തു കാട്ടപ്പെടേണ്ട ഒരു നേതാവ് എന്നൊക്കെ സ്വയം വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത്തരം പൊതുസമൂഹത്തിൽ നടക്കം വിവിധ സാമുദായിക സംഘടനാ നേതാക്കളും വിവിധ സാംസ്കാരിക നേതാക്കളും ഒക്കെ പറയുന്നതിനിടയിലാണ് തരൂർ പിൻനിരയിലേക്ക് തങ്ങളുടെ കോൺഗ്രസ് നേതാക്കളെ മറ്റ് നേതാക്കളുടെയൊക്കെ പിന്നിലേക്ക് മതി തരൂർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഈ ഒരു ഖാർഗെ പ്രസംഗിച്ച ശേഷം തരൂരിനെ ഈ പ്രസംഗത്തിനായി ക്ഷണിച്ചിരുന്നു. പക്ഷേ ജനങ്ങളെല്ലാവരും ഖാർഗെ പോയതോടുകൂടി വിട്ടുപോയി. അതോടുകൂടി തരൂരും പിന്നീട് വേദി വിട്ടു പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ഇന്നലെ കണ്ട കാഴ്ച. ഈ രണ്ട് കാര്യത്തിൽ തരൂരിനും മുരളീധരനും കടുത്ത അതൃപ്തിയുണ്ട്. മുരളീധരൻ അത് പറയുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം K മുരളീധരനും തരൂരുമൊക്കെ ഒരു പരിധിവരെ ഒരു പ്രത്യേക ചേരിയായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. തരൂരിനെ അനുകൂലിച്ച് K മുരളീധരൻ ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും എല്ലാം സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അങ്ങനെയാണ് ബോധപൂർവമല്ല എന്ന് K സുധാകരൻ പറയുമ്പോൾ പോലും ഈ രണ്ട് നേതാക്കളും ബോധപൂർവം തഴയപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെ ശ്രീജിത്ത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശശി തരൂരാകട്ടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടി പറയുന്നത് പോലെയെല്ലാം അനുസരിക്കും കേൾക്കും എന്നാണെങ്കിൽ പോലും അദ്ദേഹത്തിനും ഈ ഡൽഹി വിട്ട് കേരളത്തിലേക്ക് എത്തിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആലോചനകളും ഒക്കെയുണ്ട്. അവിടെ ശ്രീജിത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. ചില അതൃപ്തികൾ അവരെ മാറ്റി നിർത്താനും പിന്നീട് അത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു അവസരമാക്കി മാറ്റാനും ഒക്കെയുള്ള സാധ്യതകളുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയ കോണുകളിൽ നിന്ന് നിരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം അതൃപ്തികൾ കൃത്യമായി തന്നെ പ്രകടിപ്പിച്ചു പോവുക എന്നതാണോ ഇരുവരുടെയും ലക്ഷ്യം? തീർച്ചയായും K മുരളീധരൻ അല്ലെങ്കിലും ഇത്തരം അതിർത്തികൾ പരസ്യമായി പറയുന്ന ആൾ കൂടിയാണ്. ഒരുപക്ഷെ ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഉണ്ടായേക്കാം. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വാഭാവികമായിട്ടുണ്ടായേക്കാം. ഒരുപക്ഷെ തരൂരും ഇതിൽ പ്രതികരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാന കോൺഗ്രസ് സംഘടിപ്പിച്ച ആദ്യത്തെ വിപുലമായ വലിയ മഹാസദസ്സായിരുന്നു വൈക്കത്ത് നടന്നത്. കോൺഗ്രസ് ദിവസങ്ങളോളം ഇവിടെ തന്നെ KPCC യോഗം ചേർന്നൊക്കെ ആസൂത്രണം ചെയ്ത ഒരു സദസ്സായിരുന്നു. ആ സദസ്സിന്റെ അവസാനമാണ് ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസ് തങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്ന അതൊരു ലഭ്യമായ വലിയൊരു അവസരമായാണ് വൈക്കം സത്യാഗ്രഹത്തെ കാണുകയും ചെയ്യുന്നത്. ആ ഒരു അവസരത്തിലാണ് കോൺഗ്രസിനുള്ളിലെ കല്ലുകടി വിവാദമാകുന്നത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഇതിന് തുടർ രാഷ്ട്രീയമുണ്ടാകും. ഒരുപക്ഷെ KPCC അധ്യക്ഷന് തന്നെ പ്രതികരണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു വിവാദമായി കോൺഗ്രസിൽ ഇത് ഉയർന്നു വരുന്നു. അതിന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയും K മുരളീധരനെ പോലുള്ള നേതാക്കളുടെ ഭാഗത്ത് KPCC തന്നെ സംഘടിപ്പിച്ച വിപുലമായ ഒരു ചടങ്ങ് മാത്രമല്ല അശ്വതി, ഈ ശശി തരൂര് പലപ്പോഴും ഇത്തരം ചരിത്ര വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലടക്കം സംസാരിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നമുക്ക് അറിയാവുന്ന ചില ഏടുകൾക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെതായ ചില നിരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ ഒക്കെ അതെ അത്രമേലൊരു ഡെപ്തുള്ള നേതാക്കൾ വളരെ കുറവാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടി നോക്കിയാലും. പക്ഷേ അദ്ദേഹത്തിന് അവസരം നൽകണോ വേണ്ടയോ എന്നതൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. പറഞ്ഞതുപോലെ K മുരളീധരന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പറയേണ്ട ഭാഷയിൽ അത് അറിയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രതികരണം നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ രാവിലത്തെ പ്രതികരണം. മറ്റൊരു കാര്യം, ഇതിലും വലിയ പ്രതിസന്ധി കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെ നിസ്സാരമെന്ന രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് കരുതാൻ. എന്തായാലും നമുക്ക്
ഇനി ശ്രീജിത്ത് എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. നമുക്ക് പ്രിൻസ് ജെയിംസിലേക്ക് പോകാം. അവിടെ അരിക്കൊമ്പന്റെ പ്രതിസന്ധി അവിടെ നിലനിൽക്കുകയാണ്. വലിയ രീതിയിൽ ദുഷ്കരമായ ദിവസങ്ങളിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. അതിനൊപ്പം സമരം ചെയ്യേണ്ട അവസ്ഥ. ഇന്നലെ റോഡടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് നടത്തിയത്. മാത്രമല്ല ഇന്ന് അവിടെ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. ചിന്നക്കനാലിന്റെ പ്രസിഡന്റ് ഇന്നലെ സിനി ബേബി അടക്കം പ്രതികരിച്ചത് അവരും എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയിലാണ്. കാരണം കോടതിയാണ് വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. കോടതിയാണ് താൽക്കാലികമായി ഈ നടപടികൾ നിർത്തിവെച്ചിട്ടുള്ളത്. ദൗത്യസംഘം അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുമതി ലഭിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർവകക്ഷി യോഗം ട്രോളുകൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അരിക്കൊമ്പനൊപ്പമാണ് കോടതി എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ചെറിയ കുട്ടികൾക്കടക്കം ഈ വിഷയത്തിൽ അവർക്ക് കൃത്യമായി അറിയാം അവരെന്തിനാണ് സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും. ഇന്നലെ നമ്മൾ പ്രേക്ഷകർക്ക് പങ്കുവച്ച റിപ്പോർട്ടുകളിലൊക്കെ ആ കുട്ടികളുടെ ഒരു പ്രതികരണം, അതിൽ നിന്ന് അവർ നേരിടുന്ന ബുദ്ധിമുട്ട്, സ്വാഭാവികമായും ഒരു മൃഗത്തെയും ഉപദ്രവിക്കണം എന്നൊന്നും അവരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ പ്രദേശത്ത് തന്നെ ഏതാണ്ട് 9 പേരെയൊക്കെ കൊന്നിട്ടുണ്ട് ഈ അരിക്കൊമ്പൻ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് പ്രിൻസ് ജെയിംസിലേക്ക് പോകാം. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ്. അവിടെ അത്ര നല്ല പ്രഭാതമല്ല എന്നറിയാം. സമരത്തിലാണ് ജനങ്ങൾ. അവരുടെ ഏറ്റവും പുതിയ നീക്കം അതെങ്ങനെയാണ്? ഇത്തരത്തിൽ തന്നെ ഇന്നലെ നടന്നതുപോലെ റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ അവിടെയുള്ളവരുടെ തീരുമാനം? ഒപ്പം ഈ അരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് അരിക്കൊമ്പൻ എവിടെയാണ് ഉള്ളത്? ഏത് മേഖലയിലാണ്? ഗുഡ് മോർണിംഗ് അഭിലാഷ, ശ്രുതി. എന്തായാലും ഇടുക്കിയുടെ അതിർത്തി മേഖല, പ്രത്യേകിച്ച് തോട്ടം മേഖല ഒരു തുടർ സമര ഭൂമിക ആകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്നലെ റോഡ് ഉപരോധം അടക്കമുള്ള വലിയ ഹർത്താൽ അടക്കമുള്ള സമരം നടത്തും. ഇന്ന് തുടർ സമരങ്ങളായി സിംഗുകണ്ടത്ത് രാപ്പകൽ സമരം ആരംഭിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലെല്ലാം സമരം തുടരും. ഈ സിംഗുകണ്ഠം എന്ന് പറയുന്നത് തന്നെ ഈ വലിയ തോതിൽ കാട്ടാന ആക്രമണങ്ങൾ, പതികെട്ടാം ചോരയിൽ നിന്ന് ദേശീയോദ്യാനത്തിൽ നിന്ന് ഇറങ്ങുന്ന ആനകൾ ഏറ്റവും അധികം ആക്രമണം നടത്തുന്ന ഒരു മേഖലയാണ് സിംഗുകണ്ഠവും ബിയൽ ഡാമും. ആനകൾ ജലാശയത്തോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഈ നമ്മുടെ കുങ്കിയാർ താവളം ഒരുക്കിയിരിക്കുന്നത് ഈ സിംഗുകണ്ഠത്തോട് ചേർന്നുള്ളതാണ്. സിമന്റ് പാലം, അതായത് അരിക്കൊമ്പൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശവും ഈ സിംഗുകണ്ഠത്തോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് സിംഗുകണ്ഠത്ത് ആളുകൾ രാപ്പകൽ സമരം ആരംഭിക്കുന്നു. ഒപ്പം പൂപ്പാറയിൽ ജനപ്രതിനിധികൾ ധർണ നടത്തും. അടുത്ത ദിവസങ്ങളിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമരവും അടക്കമാണ് ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു പ്രതിഷേധവും സമരവും ഈ ചിറ്റക്കനാൽ, ശാന്തൻപാറ, രാജകുമാരി പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, തീർച്ചയായും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഈ UST ഗ്ലോബലിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നു, നമുക്ക് ചുറ്റും ആളുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. പക്ഷേ ഒരു ആനയെ പേടിച്ച് ഒരു ജനത പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം, എത്രയോ കുടുംബങ്ങൾ, അത് ഈ കേൾക്കുന്ന പ്രേക്ഷകന്, കാണുന്ന പ്രേക്ഷകന് അത്രമേൽ മനസ്സിലാകണം എന്നില്ല. എന്തായാലും പ്രിൻസ്, ഈ ജനങ്ങൾ വലിയ ആശങ്കയിൽ, അവർക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല, പരീക്ഷ എഴുതാൻ കുട്ടികൾക്ക് പറ്റാത്ത സാഹചര്യം, പല ആളുകൾക്കും ജോലിക്ക് പുറത്തേക്ക് പോയി തിരികെ വരാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം അസമയത്തൊക്കെയാണ് എത്തുന്നത് എങ്കിൽ ഈ ആന പതിയിരിക്കുന്നു. ആനയെ സംബന്ധിച്ചിടത്തോളം അത് പതിയിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എവിടെയാണ് എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഈ കോടതിയെ കൃത്യമായി ബോധിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിനു മുന്നിലെ പോംവഴി. എന്ത് പ്രതിഷേധം നടത്തിയാലും കോടതി മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വനംവകുപ്പിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ ഈ കോടതിയെ കൃത്യമായി ധരിപ്പിക്കുക, കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നതിലേക്കായിരിക്കുമോ ഈ സർവകക്ഷി യോഗം എത്തുക? അഭിലാഷ, തീർച്ചയായും അത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് സർവകക്ഷി യോഗങ്ങൾ തീരുമാനം വരും. ചിന്നക്കനാൽ പഞ്ചായത്തും ശാന്തൻപാറ പഞ്ചായത്തും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇടുക്കി MP അടക്കമുള്ളവർ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നുണ്ട്. ഇടുക്കിയിലെ മറ്റ് വനമേഖലയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മതികെട്ടാൻ ചോരയുടെ സാഹചര്യം. ഇടുക്കി ജലാശയത്തോട് ചേർത്തുള്ള വിശാലമായ വനമേഖലയിലും മൂന്നാർ ഉൾപ്പെടെ ദേവമംഗലം കാടുകൾ ഉൾപ്പെടെയുള്ള വനമേഖലയിലുമൊക്കെ നിരവധി പെരിയാർ ടൈഗർ റിസർവിലുമൊക്കെ നിരവധി കാട്ടാനകളുണ്ടെങ്കിലും അവയൊന്നും വലിയ തോതിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയോ ആക്രമണം നടത്തുകയോ ചെയ്യുന്ന സാഹചര്യമില്ല. ഇടയ്ക്കൊക്കെ കാട്ടാനകൾ കാട് വിട്ട് ഇറങ്ങാറുണ്ടെങ്കിലും ഈ മതികെട്ടാൻ ചോരയിലെ പോലെ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകാറില്ല. മതികെട്ടാൻ ചോരയിലെ വ്യത്യസ്തമായ സാഹചര്യമാണ്. എല്ലാ ദിവസവും തന്നെ ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. ഒരു ചെറിയ വനമേഖലയാണ് മതികെട്ടാൻ ചോര. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആനകൾ ഉണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്.
പറയുന്നത്. തീറ്റ കുറവായതുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതിനൊരു സാഹചര്യമായും മാറുന്നതായും ഒക്കെ നാട്ടുകാർ ആരോപിക്കുന്നു. എന്തായാലും എല്ലാ ദിവസവും തന്നെ ഏതെങ്കിലും ഒരു ആനയുടെ ഈ പറയുന്ന അരിക്കൊമ്പനോ അരിക്കൊമ്പനോ ചില്ലിക്കൊമ്പനോ മുട്ടവാലിലോ ചക്കക്കൊമ്പനോ ഒക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഏലത്തോട്ടങ്ങളിൽ പകൽ സമയത്തൊക്കെ ഈ കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്നു. പലപ്പോഴും ഈ കൃഷിയിടങ്ങളിലൊക്കെ ഇവ മഞ്ഞ് രാവിലെ പുലർച്ചെ മഞ്ഞൊക്കെയുള്ള സമയങ്ങളിൽ ഈ കൃഷിയിടങ്ങളൊക്കെ ഇവ നിൽക്കുന്നത് കാണാതെ തൊഴിലാളികളൊക്കെ ഇവയുടെ മുന്നിൽ ചെന്ന് വിടാറുണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ട്. പല മരണങ്ങളും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അറിയാതെ ഈ ആനയുടെ മുമ്പിലേക്ക് ചെല്ലുന്നു. ഒപ്പം വഴിയാത്രക്കാർക്ക് നേരെയും വാഹനയാത്രക്കാർക്ക് നേരെയും ഒക്കെ ആന ആക്രമണം നടത്തുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 18-ാം ചോലയിൽ നേരിടുന്ന അതിനോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ സാന്തൻപാറ പഞ്ചായത്തുകൾ നേരിടുന്ന സാഹചര്യങ്ങൾ ഇടുക്കിയിലെ മറ്റ് മേഖലയിലെ വന്യമൃഗ ആക്രമണങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ആ ഒരു സാഹചര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനായിരിക്കും ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെയും ശ്രമിക്കുക. അതിലൂടെ കോടതി അനുകൂലമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, ശ്രുതി. അതെ, എന്തായാലും അരിക്കൊമ്പൻ സ്വൈര്യമായി വിഹരിക്കുകയാണ്. അതിന് മുന്നിലേക്ക് എത്തുന്ന ആളുകൾ അവന് തടസ്സമാണോ, അതുകൊണ്ടാണ് ഉപദ്രവിക്കുന്നത് എന്നായിരിക്കാം ആ ഭാഗം. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇത് കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ധർമ്മമാണ്. അപ്പോൾ നമ്മൾ അവരുടെ സമരം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും, പ്രേക്ഷകരിലേക്ക് എത്തിക്കും, പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെയും ധർമ്മമായി നമ്മൾ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി. കാരണം പലപ്പോഴും ഇതിന് വിയോജിപ്പുകളുണ്ട്. ഈ മൃഗസ്നേഹികളെ സംബന്ധിച്ച് അവർക്ക് ചില സ്വഭാവമുണ്ട്. ഇന്നലെ തന്നെ ഈ എക്സ്പെർട്ടുകൾ സംസാരിക്കുന്നുണ്ട്. ചിലർക്ക് നായകളോടായിരിക്കാം സ്നേഹം, ചിലർക്ക് ആനകളോടായിരിക്കാം. അപ്പോൾ അതിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സ്വൈര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുക എന്നതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ ഇവർ ചോദിക്കുന്നത് എത്രയോ മൃഗങ്ങളെ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടി ഓരോ ദിവസവും കൊന്നൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഈ ജനത ആവശ്യപ്പെടുന്നില്ലല്ലോ. മാത്രവുമല്ല, ആനയെ കൊല്ലാനല്ല അവർ പറയുന്നത്, മറിച്ച് ആ ഒരു ഇടത്ത് നിന്ന് ആനയെ മാറ്റണം. അതെങ്ങനെ മാറ്റണം, എവിടേക്ക് മാറ്റണം, അതൊക്കെ അധികൃതർ തീരുമാനിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് മൃഗസ്നേഹികളോട് പറയാനുള്ളത് സഹജീവികളോട് സ്നേഹമില്ലെങ്കിലും അല്പം കരുണയെങ്കിലും വേണം. അതുകൊണ്ട് ചിന്നക്കനാലിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ മാത്രമേ കേരളത്തിലെ മാധ്യമങ്ങൾക്കും നമുക്കുമൊക്കെ സാധിക്കുകയുള്ളൂ. ചെയ്യുന്നുണ്ട്. നമ്മുടെ ധനേഷ് അവിടെയുണ്ട്. ഇന്നലെ കൊമ്പന് നേർക്ക് ദൃശ്യങ്ങളൊക്കെ നമുക്ക് തന്നിരുന്നു നമ്മുടെ KP ധനേഷ്. ഒപ്പം പ്രിൻസ് അവിടെ തുടരുന്നുണ്ട്. പ്രിൻസ്, എന്തായാലും അവരുടെ ആ ജനകീയ സമരം നമുക്ക് വിജയമാക്കണം, അവർക്കൊപ്പം നമുക്ക് നിൽക്കണം. എന്തായാലും മറ്റു വാർത്തകളിലേക്കൊക്കെ പോകുന്നതിന് നമ്മൾ ഈ പ്രഭാത കേരളം തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിച്ചത്. കോട്ടയം കടന്ന് ഇടുക്കി വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മലബാറിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ആ വാർത്തകളിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നിയമനിർമ്മാണം, അതായത് ലോകായുക്ത വിധി മറികടക്കാനുള്ള നിയമനിർമ്മാണം, ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തിയതാണ്. അതിന് ഗവർണറുടെ അനുമതി ഇനി ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരു നിയമനിർമ്മാണം പകുതി വഴി നിൽക്കുന്നതുകൊണ്ടാണ് ലോകായുക്ത വിധി പറയാത്തത് എന്നൊരു ആരോപണം കൂടി ഉയർന്നു വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എത്രയും വേഗം ഈ കേസിൽ ലോകായുക്ത വിധി പറയണം, അതിന് നിർദ്ദേശം ഹൈക്കോടതി നൽകണമെന്നായിരുന്നു ഹർജിക്കാരൻ്റെ ആവശ്യം. ഹൈക്കോടതി ആ കേസിൽ ഒരു തീരുമാനം പറഞ്ഞില്ല. പകരം ലോകായുക്ത തന്നെ വീണ്ടും ഈ ആവശ്യമായി സമീപിക്കാനാണ് നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരൻ ലോകായുക്തയെ സമീപിച്ചു. അതിനെ തുടർന്നാണ് നാളെ ഈ കേസ് പരിഗണിക്കാം എന്നൊരു നിലപാടിലേക്ക് ലോകായുക്ത എത്തിച്ചേർന്നത്. അത് വിധി പറയുമെന്ന കാര്യത്തിൽ അപ്പോഴും വ്യക്തതയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലോകായുക്തം ലഭിക്കുന്ന വിശ്വസനീയ വിവരം, നാളെ വിധി പറയാനുള്ള കേസുകളുടെ പട്ടികയിലേക്ക് ഈ കേസ് കൂടി ലിസ്റ്റ് ചെയ്യാൻ ലോകായുക്ത രജിസ്ട്രാറുടെ ഓഫീസിന് ലോകായുക്ത നിർദ്ദേശം നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ നാളെ തന്നെ ഈ കേസിൻ്റെ വിധി ഉണ്ടാകും. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ വാദം കേട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. ലോകായുക്ത വിധി സർക്കാരിന് മുഖ്യമന്ത്രിക്ക് എതിരായാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും. നേരത്തെ KT ജലീലിന്റെ കേസിൽ നമ്മൾ അത് കണ്ടതാണ്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് അത്തരത്തിൽ ലോകായുക്തയുടെ ഒറ്റ പരാമർശത്തോടുകൂടി ഒരു മന്ത്രിമാർ രാജിവെക്കേണ്ടി വരുന്നൊരു അവസരം സർക്കാരുകൾ ഇല്ലാതാവുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അത് നിയമ
ത്തിന്റെ സാമാന്യ നീതിക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അത്തരമൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CPM സർക്കാരും ലോകായുക്ത നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ആ ബിൽ ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണ്. ഗവർണർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഗവർണറിന് ലഭിക്കുന്ന വിവരം, രാജ്ഭവനിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഗവർണർ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടും. ഈ വിധി വരാൻ വൈകിയത് തന്നെ ഈ ബില്ലിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് എന്ന ആരോപണം കൂടി ഉയർന്നു വന്നു. ഏതായാലും സർക്കാരിന്, മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും നിർണായകമായ ഒരു വിധിയാകും നാളെ ലോകായുക്തത്തിൽ ഉണ്ടാവുക. അത് സർക്കാരിന് അനുകൂലമെങ്കിൽ, ഹർജിക്കാരന്റെ വാദങ്ങൾ ലോകായുക്ത തള്ളുകയാണെങ്കിൽ വലിയ ആശ്വാസം, വലിയ വിജയമാകും സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടാവുക. അത് നേരെ മറിച്ചാണെങ്കിൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് കാണുന്നുണ്ടോ? കാരണം കൃത്യമായ തെളിവുകളോടുകൂടി സമർപ്പിക്കപ്പെട്ട കാര്യമാണ്, അത്തരത്തിലൊരു ഹർജിയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആശ്വാസകരമായി മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഒരു വിധി വരികയാണെങ്കിൽ, പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒരു ഭാഗത്തുണ്ട്, അത്തരത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? ലോകായുക്ത കേസിന്റെ വാദത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് വലിയ വിമർശനങ്ങൾ ഏറ്റിരുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ പല കാര്യങ്ങളും ഹർജിക്കാരന്റെ ആരോപണങ്ങൾ, വാദങ്ങൾ ശരിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ലോകായുക്തയുടെ വാദത്തിനിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് വാദഘട്ടം മാത്രമാണ്. സ്വാഭാവികമായും അവിടെ സർക്കാർ ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്നവർക്ക് അവരുടെ വാദങ്ങൾ നിർത്താനുള്ള അവസരമുണ്ടായിരുന്നു. അവർ പൂർണ്ണമായും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ലോകായുക്തയിൽ വാദമുഖങ്ങൾ നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗവും പരിശോധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വാദഘട്ടത്തിലെ പരാമർശങ്ങളാണ്. സ്വാഭാവികമായി അന്തിമ വിധി അത് സ്വാധീനിക്കണമെന്നില്ല, മറിച്ചായാലും സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ അത്തരമൊരു പ്രവചന അസാധ്യമാണ് ഏത് തരത്തിലാകും ലോകായുക്ത വിധി വരിക എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ വിധി വളരെ നിർണായകമാണ് സർക്കാരിന്, മുഖ്യമന്ത്രി പിണറായി വിജയന്, ഈ മന്ത്രിസഭയ്ക്കും ഇടതുമുന്നണിക്കും ഒന്നാകെ. രണ്ട് തരത്തിലും അത് വളരെ നിർണായകമാണ്. അനുകൂലമെങ്കിൽ സർക്കാരിന് വലിയ ആശ്വാസം, വലിയ വിജയമായി മാറും. പ്രതികൂലമെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് രണ്ടാം പിണറായി സർക്കാർ പോകുമെന്നും ഉറപ്പാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദിവസമായി നാളെ മാറുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലോകായുക്തയിൽ നിന്ന് ലഭിക്കുന്നത്. ലോകായുക്ത നാളെ ഇതിന്റെ വിധി പറയുകയോ അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിന് വേണ്ടി അടുത്ത ദിവസത്തേക്ക് മാറ്റുകയോ ചെയ്യാനാണ് സാധ്യത. വിധി പറയാൻ തന്നെയാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലോകായുക്തത്തിന് ലഭിക്കുന്ന വിവരം. അനുകൂലമല്ല വിധിയെങ്കിൽ എത്തരത്തിലായിരിക്കും അരുൺ സർക്കാരിന്റെ നീക്കം? സ്വാഭാവികമായും സർക്കാരിന് മുന്നിൽ മറ്റു വഴികളുണ്ടാകില്ല. നമ്മൾ KT ജലീലിന്റെ കാര്യത്തിൽ കണ്ടു. പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും നമുക്ക് വെയിലായി തുടങ്ങിയിട്ടുണ്ടല്ലേ KP? നല്ല ചൂടാണ് അന്തരീക്ഷം. അതെ, അന്തരീക്ഷം മുഴുവൻ മാറിയിരിക്കുന്നു. കനത്ത ചൂടാണ് കേരളം ഒട്ടാകെ. ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴയൊക്കെ ലഭിക്കുന്നത് ആശ്വാസകരമാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ തന്നെ ചൂട് ആരംഭിച്ചിട്ടുണ്ട്. ചൂടുള്ള വാർത്തകളുമാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മലബാറിലേക്ക് പോകാം. കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നത്, മെഡിക്കൽ കോളേജിൽ ICUവിൽ യുവതിയെ പീഡിപ്പിച്ച ആ ഒരു വാർത്ത. അത് നമ്മള് ആരോഗ്യ കേരളത്തിന് തന്നെ നാണക്കേടായിരുന്നു. കാരണം ഒരു ചികിത്സയ്ക്കെത്തിയ യുവതിയെ ICU വാർഡിൽ വെച്ച് അറ്റൻഡർ തന്നെ പീഡിപ്പിക്കുന്നു. ആ അറ്റൻഡറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. മാത്രമല്ല മൊഴി മാറ്റാനായിട്ട് ആശുപത്രി ജീവനക്കാർ തന്നെ ആ യുവതിയെ കൊണ്ട് മൊഴി മാറ്റിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർക്കെതിരെ ഇതുവരെയും ഒരു നടപടി, ഈ മൊഴി മാറ്റാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ ഇതുവരെ അറസ്റ്റ് ചെയ്യുക അത്രയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് അനുകൂലമായി പറഞ്ഞ നഴ്സിനെതിരെ വലിയ ഭീഷണി അവിടെ നിലനിൽക്കുകയാണ്. അതും NGO യൂണിയന്റെ നേതാവാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം. ശസ്ത്രക്രിയ കഴിഞ്ഞ് മയക്കത്തിലായിരുന്ന യുവതി ICUവിൽ വെച്ച് പീഡനത്തിനിരയായ സംഭവത്തിൽ അറ്റൻഡർ മയ്യന്നൂർ ശശീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശശീന്ദ്രനെതിരെയുള്ള പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് യുവതിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മെഡിക്കൽ കോളേജിലെ 5 ജീവനക്കാർ സസ്പെൻഷനിലായി. ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട അറ്റൻഡർമാരായ ആസിയ, ഷൈനി ജോസ്, ഷൈമ PG, സലൂജ, നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രസീത മനോളി, താൽക്കാലിക ജീവനക്കാരി ദീപ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും പിടികൂടാനായിട്ടില്ല. പീഡനത്തിനിരയായ യുവതിയെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന് അന്വേഷണ സമിതിക്ക് മുമ്പാകെ മൊഴി നൽകിയ ഹെഡ് നഴ്സിനെ NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഇയാൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഹെഡ് നഴ്സ്. ഭീഷണിപ്പെടുത്തിയെന്ന ഹെഡ് നഴ്സിന്റെ പരാതിയിൽ 5 അംഗ സമിതി നൽകിയ റിപ്പോർട്ടും NGO യൂണിയൻ നേതാവിന് അനുകൂലമാണെന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് ഹെഡ് നഴ്സ് നിയമ നടപടിക്കൊരുങ്ങുന്നത്.
ഹെഡ് നഴ്സിനെ തനിക്ക് അറിയില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി. അത് വലിയ ഗൗരവമുള്ള വിഷയം. അവർ എങ്ങനെയാണ് അവര് ജോലി ചെയ്യുന്നത് MCH-ലാണ്, ഞാൻ ജോലി ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലാണ്, ഓഫീസിലാണ്. അവരെങ്ങനെ ഇവിടെ എത്തി എന്നൊരു മനസ്സിലാവില്ല. അവർ പറഞ്ഞത് ഇവിടെ വെച്ച് ഭീഷണിപ്പെടുത്തില്ല. അതേസമയം മൊഴി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭീഷണിയും സമ്മർദ്ദവും തുടരുകയാണെന്ന് ഹെഡ് നഴ്സ് പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വിനേഷ് തന്നെയാണ് ഈ സമയം നമ്മളോടൊപ്പം ചേരുന്നത്. വിനേഷ്, ഗുഡ് മോർണിംഗ്. മലബാർ മേഖലയിലേക്ക് നമ്മൾ കടന്നപ്പോൾ കോഴിക്കോട് നിന്ന് അത്ര പോസിറ്റീവായ ഒരു വാർത്തയല്ല റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഈ യുവതി പീഡനത്തിന് ഇരയാക്കപ്പെട്ടു ICU വാർഡിൽ എന്നത് തന്നെ കേരളം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. അവിടെ ആ അറ്റൻഡറെ പുറത്താക്കി മാതൃകാപരമായ ഒരു നടപടിയാണ് സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം എല്ലാം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ യൂണിയൻ നേതാക്കൾ തന്നെ ഈ യുവതിക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അത് നമുക്കൊട്ടും പ്രതീക്ഷ നൽകുന്നതല്ല, മാത്രവുമല്ല പ്രതിഷേധിക്കപ്പെടേണ്ട ഒരു വാർത്ത കൂടിയല്ലേ വിനേഷ്? അഭിലാഷ്, അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരുന്ന വാർത്തകളൊന്നും അത്ര നല്ല വാർത്തകളല്ല. കാരണം അതിലൊന്നാണ് ഈ ICUവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത്. അവർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ മയക്കം പൂർണ്ണമായി വിടുന്നതിന് മുമ്പാണ് അറ്റൻഡർ ശശീന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ശ്രമമുണ്ടായത്. ഇത് വലിയ വിവാദമാവുകയും ഈ യുവതി ഇത് പരാതി നൽകുകയും ചെയ്തിരുന്നു. യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പക്ഷേ യുവതി പരാതി നൽകുകയും ശശീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ അഞ്ച് ഒരു താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ 6 പേർ ഈ യുവതിയെ ഈ കേസ് പിൻവലിക്കാൻ നിർബന്ധിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചിലർ ഭീഷണിപ്പെടുത്തുകയും പോലും ചെയ്തിരുന്നു. ഇതുണ്ടായി എന്നുള്ള യുവതി ഇത് ശരിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഹെഡ് നഴ്സിനെ ഇവർ വേട്ടയാടുന്നത്. അതായത് NGO യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ഹംസയാണ് നേരിട്ട് ഫോണിൽ വിളിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുകയും നേരിട്ട് ഫോണിലല്ല നേരിട്ട് ഈ മെഡിക്കൽ കോളേജിലെത്തി ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ള ഈ നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ തുടർന്ന് ജോലി മര്യാദയ്ക്ക് ചെയ്യില്ല, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറ്റും ഉൾപ്പെടെയുള്ള ഭീഷണി ഉണ്ടായി എന്നാണ് യുവതി പറയുന്നത്, ഹെഡ് നഴ്സ് പറയുന്നത്. ഒപ്പം തന്നെ ഈ 5 പേർ ഇപ്പോഴുള്ള 5 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. സാധാരണ ഇത്തരം കേസുകളിൽ പീഡനം മൂടി വെക്കുക അല്ലെങ്കിൽ അവരെ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിലവിലെ സാഹചര്യത്തിൽ തടസ്സമില്ല. പക്ഷേ ഇതിൽ ഒരാൾ ഈ ഒരു അറ്റൻഡറായ ആസിയ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ അറസ്റ്റിലായ ശശീന്ദ്രന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ NGO യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വരുന്നത്. ഈ NGO യൂണിയന്റെ നേതാക്കൾ ഇടപെടുകയും ഇത്രയും പേർ ഭരണകക്ഷിയിൽപ്പെട്ട യൂണിയൻ പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് ഈ NGO യൂണിയൻ നേതാക്കൾ ഇവർക്ക് വേണ്ടി NGO യൂണിയൻ നേതാവ് ജില്ലാ സെക്രട്ടറിയുമായ ഹംസ ഇവർക്ക് വേണ്ടി ഇടപെട്ട് എന്നാണ് ആക്ഷേപം. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹെഡ് നഴ്സ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. അവർ പോലീസിൽ പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിൽ ഇത് സംബന്ധിച്ച് ഈ ഹെഡ് നഴ്സിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഹംസ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു 5-അംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു. പക്ഷേ ഈ 5-അംഗ സമിതി NGO യൂണിയൻ നേതാവിന് അനുകൂലമായാണ് റിപ്പോർട്ട് നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാം ഭരണകക്ഷി യൂണിയന് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് NGO യൂണിയനെല്ലാം തന്നെ വലിയ സ്വാധീനമുണ്ട്. കോഴിക്കോട് ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിൽ മുമ്പ് ED ആക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ അതിലെല്ലാം തന്നെ NGO യൂണിയൻ നേതാക്കളുടെ പേര് തന്നെയായിരുന്നു വന്നിരുന്നത്, അവരുടെ ഇടപെടലായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിലും ഇത്തരത്തിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട് അവർ പീഡനത്തിനിരയായിട്ട് പോലും അതിൽ ആക്രമിച്ച ആളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു നിലപാടാണ് ഇങ്ങനൊരു സർവീസ് സംഘടന സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ഒരു ഭീഷണി താൻ പെടുത്തിയിട്ടില്ലെന്നാണ് ഹംസ പറയുന്നത്. അവരെ തനിക്ക് അറിയില്ല, താൻ അവരെ കണ്ടിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹംസ പറയുന്നുണ്ട്. പക്ഷേ യുവതിയും അതുപോലെ തന്നെ മറ്റുള്ള ഈ നഴ്സുമാരും, അതായത് ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നു ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതായത് ഹംസ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് ഈ ഹെഡ് നഴ്സ്.
തീർച്ചയായും വിനേഷ്, എന്തായാലും ആ സാഹചര്യം അത്തരത്തിൽ ഒരുക്കിയ ആളുകളുണ്ടല്ലോ, അത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ICU എന്ന് പറയുന്ന ഒരു രോഗിക്ക് ഏറ്റവും നല്ല പരിചരണം കിട്ടേണ്ട ഒരു സ്ഥലമാണ്. അവിടെ പീഡനത്തിനിരയാവുക എന്ന് പറഞ്ഞാൽ അത് പൊറുക്കാനാകാത്ത തെറ്റ് തന്നെയാണ്. അതിന് ആരൊക്കെയാണോ അതിന് പിന്നിലുണ്ടായിരുന്നത് അവരെല്ലാവരും നിയമത്തിന് മുന്നിലേക്ക് വരിക തന്നെ വേണം. മാത്രമല്ല അവരൊരു സധൈര്യം അതിന്റെ നിയമപരമായ വഴികളിലൂടെ പോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അവർക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്ന് ഈ യൂണിയൻ നേതാക്കളൊക്കെ മാതൃകയാകേണ്ട ആളുകളാണ്. അവരാണ് ഇത്തരത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതും വളരെ നെഗറ്റീവാണ്. ഉണ്ടാകും. വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. എന്തായാലും ഇനി നമുക്കൊരു പോസിറ്റീവായ വാർത്തയിലേക്ക് കടക്കാം. നല്ലത് എന്ന് പറയുമ്പോഴും അത്ര നല്ലതല്ല ഞങ്ങളെ പോലെയുള്ളവർക്ക്. നമ്മളൊരു അധ്യാപികയുടെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ എന്നതിനപ്പുറത്ത് അശ്വതിക്ക് കുറച്ചുകൂടി പേഴ്സണലായി സംസാരിച്ചും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ഈ മാറിവാനിയസ് കോളേജിൽ പഠിച്ചവർക്കെല്ലാം ഷേർലി സ്റ്റുവർട്ട് എന്ന അധ്യാപികയെ അറിയുന്നവരായിരിക്കും. കാരണം 2 പതിറ്റാണ്ടായി അവിടെ പഠിക്കുകയും തുടർന്ന് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് ഷേർലി മാം. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷേർലി മാം. ഷേർലി മാം ഇന്ന് വിരമിക്കുകയാണ്. ഒരുപാട് അധ്യാപകർ വിരമിക്കുന്ന ദിവസമാണ് ഇന്ന്. ഷേർലി മാം ഇന്ന് മാറിവാനിയൂസിനോട് വിട പറയുകയാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വലിയ വിഷമമുണ്ട്. ഒപ്പം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപികയാണോ? അതെയോ? എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപികയാണ്. എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന അധ്യാപികയാണ്. നമ്മൾ BVMC വീഡിയോഗ്രാഫി ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ജേർണലിസം പഠിപ്പിച്ചിട്ടുള്ള. അപ്പോൾ ആ സമയത്ത് മാം പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. ആ സമയത്ത് നമ്മുടെയൊക്കെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഷേർലി മാം ഇന്ന് മാറിവാനിയസ് കോളേജിന്റെ പടി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം എവിടെയോ ഉണ്ട്. ഇപ്പോൾ ആ കോളേജിൽ പഠിക്കുന്നില്ലെങ്കിൽ പോലും. എന്തായാലും നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ട ശേഷം മടങ്ങിയെത്താം. ആയിരത്തി 1973 എൻ്റെ പപ്പായുടെ കൈപിടിച്ച് മാറിവാനിയസ് കോളേജിൻ്റെ പടി കയറിയ ഞാൻ, അന്ന് ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ട് സർവോദയ വിദ്യാലയ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ പപ്പ അധ്യാപകനായിരുന്ന മാറിവാനിയസ് കോളേജിൽ വന്നതാണ്. ഇന്ന് 2023 50 വർഷം കഴിയുമ്പോൾ ഞാൻ കൃതാർത്ഥതയോടെ അഭിമാനത്തോടെ എല്ലാവരോടും സ്നേഹം മാത്രമായിട്ട് ഞാൻ മാറിവാനിയസ് കോളേജിൻ്റെ പടിയിറങ്ങിയാണ് അധ്യാപികയായിട്ട്. 27 വർഷം നീണ്ടു നിന്ന അധ്യാപിക സബരിയൊടുവിൽ ഞാൻ ഈ കോളേജിനോട് വിട പറയുമ്പോൾ എനിക്ക് ഒരിക്കലും വാക്കുകളാൽ പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു ആത്മബന്ധം. കാരണം ഞാൻ മാത്രം ജീവിച്ച ഒരു ജീവിത കഥയുടെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഞാൻ അഭിനയിച്ചു തീർത്ത സ്ഥലം ഈ ബഥനിക്കുന്നാണ്. ഇത് എൻ്റെ പപ്പ പ്രൊഫസർ JM സ്റ്റുവർട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആണെങ്കിൽ അതിനെല്ലാം കാരണക്കാരനായ ഏക വ്യക്തി. പപ്പ സഞ്ചരിച്ച പാതയിലൂടെ തന്നെ സഞ്ചരിക്കാൻ നിയോഗം ലഭിച്ച ഒരു പ്രിയപ്പെട്ട മകൾ, അല്ലെങ്കിൽ ഞാൻ പറയും അഭിമാനത്തോടെ പറയും, പപ്പയുടെ കാൽപ്പാടുകളെ പിന്തുടരാൻ ലഭിച്ച ഈ നിയോഗം തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയുടെ കഥ എന്ന് പറയുന്നത്. പപ്പ സഞ്ചരിച്ച പാതയിലൂടെ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സങ്കടമുണ്ട്, ഇത് കാണാൻ എൻ്റെ പപ്പ ഇന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രം. അപ്പോൾ പപ്പയുടെ വിദ്യാർത്ഥികൾ ഒരു ബാച്ച് പപ്പ പഠിപ്പിക്കുകയും അടുത്ത ബാച്ചിന് ഞാൻ അവരുടെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് എൻ്റെ മോള് കൃപ സുരേഷ് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ അവളിവിടെ സെക്കൻഡ് EC ലിറ്ററേച്ചറിലെ ഒരു വിദ്യാർത്ഥിനി തന്നെയാണ്. അവള് പുറത്തൊക്കെ പോയി പഠിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ബ്രദറിന്റെ മോനുണ്ട്, അവൻ ലിറ്ററേച്ചർ MA പഠിക്കുവാണ് ഇവിടെ തന്നെ. അപ്പോൾ ഒരു പക്ഷേ ആ സ്റ്റുവർട്ട് എന്നുള്ളൊരു പേര് കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ ഭാവിയിൽ ദൈവം അനുഗ്രഹിച്ചാൽ ഇടയുണ്ടാവട്ടെ. മമ്മ ഈസ് നോട്ട് എ ടീച്ചർ, മമ്മ ഈസ് എ ഫ്രണ്ട്. മമ്മ എല്ലാവർക്കും ഒരു അമ്മയാണ്. അപ്പോൾ
I am I am the proudest daughter in the entire world. That എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, she is not only there for me, she is there for everybody, and I'm so proud of her. For off when on my couch I lay in silent or in pensive mood, they flash upon my inward eye, which is the bliss of solitude, and then my heart with pleasure fills and dances with the daffodils. അപ്പോൾ ലിറ്ററേച്ചർ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ടാവും, അവരടുത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ പകുതി ക്ലാസ്സും പിന്നെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ജീവിതവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുകയും പല കുഞ്ഞുങ്ങൾക്കുമുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ കഴിഞ്ഞ 27 വർഷത്തിനിടയിൽ സാമൂഹിക, സാംസ്കാരിക, അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിൽ വളരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോയ ഒരുപാട് കുട്ടികളുണ്ട്. സഞ്ജു സാംസൺ വളരെ പ്രശസ്തനായൊരു ക്രിക്കറ്ററായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമാണ്. സഞ്ജു ഈ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും മാർ ഇവാനിയോസ് കോളേജിലെ ഒരു അധ്യാപികയായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കുട്ടികളോടൊപ്പമുള്ള നിമിഷങ്ങളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഞാൻ അവരെ ഒരുപാട് വഴക്ക് പറയും, ചീത്ത പറയും, അടിക്കും ഒക്കെ ചെയ്യും. പക്ഷേ അതോടൊപ്പം ഞാൻ അവരെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഞാൻ എപ്പോഴും സമയം കണ്ടെത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ച ഒരു പാഠമായിരിക്കും. പപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത് ലവ് യുവർ ചിൽഡ്രൻ ദ മോസ്റ്റ് വെൻ ദ ലീസ്റ്റ് ഡിസേർവ് ഇറ്റ് എന്നാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ അവർക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചെടുക്കാൻ പോയ ക്രിസ്തുദേവനെ അനുഗമിക്കുന്ന എനിക്ക് അതിനേക്കാൾ ഉപരി ഒരു പാഠം എൻ്റെ പിള്ളേർക്കോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്കോ കൊടുക്കാനില്ല. ആദ്യം 1996 ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഉള്ള കുട്ടികൾ ഇന്നും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഉപഹാരമൊക്കെ ആയിട്ട് ഇവിടെ വന്നു. ഞാൻ അവർക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്നോട് തിരിച്ചു പറയുമ്പോൾ വി ആർ ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് ആരായിരുന്നു എന്ന് പറയാ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ടീച്ചർ ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല. എന്നും അവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ. ക്യാമറമാൻ ബിപിൻ മുരളിക്കും റിപ്പോർട്ടർ നന്ദകുമാറിനുമൊപ്പം മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് ന്യൂസ് 18 വേണ്ടി ഡോക്ടർ ഷേർലി സ്റ്റുവർട്ട്. അശ്വതി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എപ്പോഴും ഏത് കോളേജിലും ഇത്തരം ചില അധ്യാപകരുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് മാത്രമായിരിക്കില്ല. അവർ ഈ NSS, NCC അല്ലെങ്കിൽ ആർട്സ് ക്ലബ്ബ് ഇങ്ങനെയൊക്കെ സജീവമായി എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറുന്ന ആളായിരിക്കും. ഷേർലി ടീച്ചറും അങ്ങനെ തന്നെ ആയിരുന്നു. വളരെ ഷേർലി ടീച്ചറിനെ കുറിച്ച് പറഞ്ഞ മാം ഭയങ്കര ആക്റ്റീവ് ആണ്. അതിനൊപ്പം കോളേജിലെ ഏറ്റവും വലിയ ചട്ടമ്പിക്കും ഏറ്റവും വലിയ പഠിപ്പിസ്റ്റിനും ഒരുപോലെ സമീപിക്കാവുന്ന ഒരു ടീച്ചറായിരുന്നു. അതായത് മാം പറഞ്ഞ പോലെ പഠിപ്പിക്കുക മാത്രം ആയിരുന്നില്ല. മാമിന്റെ മോളാണ് കൃപ പറഞ്ഞതുപോലെ എല്ലാരും ചിലർ അമ്മ എന്നാണ് വിളിക്കുന്നത് തന്നെ. ടീച്ചറിന്റെ ഒരു അനുഭവം, ടീച്ചറിന്റെ അച്ഛൻ അവിടെ അധ്യാപകനായിരുന്നു, അതേ സമയത്ത് ഒരു വിദ്യാർത്ഥിയായി വരുന്നു, പിന്നീട് ടീച്ചർ ഒരു അധ്യാപകയായി അവിടെ മാറുന്നു. ഇപ്പോൾ അവരുടെ മകള് പഠിക്കുന്നു, തലമുറ അവിടെയുണ്ട്. വിൽ മിസ് യു മാം. എന്തായാലും മാമിന് മാർ ഇവാനിയോസ് കോളേജ് വിട്ടു പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒക്കെ മാമിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഷേർലി ടീച്ചർ വീട്ടിൽ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം ആ കോളേജിൽ എപ്പോഴും ടീച്ചർ ഉണ്ടായിരുന്നു കോളേജിൽ എന്നുള്ളതാണ്. നമ്മുടെ എന്ത് വിഷമവും പറയാവുന്ന, പഠിപ്പിനപ്പുറം അധ്യയനത്തിനപ്പുറം എന്ത് കാര്യവും തുറന്നു പറയാവുന്ന, വളരെ ചേർത്ത് പിടിക്കുന്ന കുറെ ആളുകളുടെ അമ്മയായിരുന്നു ഷേർലി മാം. എന്തായാലും ഷേർലി ടീച്ചർ 5 പതിറ്റാണ്ട് നീണ്ട ഒരു യാത്രയ്ക്ക് ഒരു ബ്രേക്ക്, ഇടവേള പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷേർലി ടീച്ചർ ചിലപ്പോൾ ഈ അധ്യാപന രംഗത്തേക്കൊക്കെ തിരിച്ചു വന്നേക്കാം. നമുക്കും അതുപോലെ വാർത്തകളിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് നമുക്കൊരു വലിയ ഇടവേളയൊന്നും വേണ്ട, വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം
ജോലിക്കായൊക്കെ ഇറങ്ങുന്ന സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പത്രം വായിക്കാനൊന്നും സമയം കിട്ടിക്കാണില്ല. ഇന്ന് അതുകൊണ്ട് തന്നെ ന്യൂസ് 18 പത്രവിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പത്രവിശേഷങ്ങളുമായി കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഗുഡ് മോർണിംഗ്. ഈ വാർത്തകളാൽ സമ്പുഷ്ടമായ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ടുകളിൽ ഒരേ വാർത്തകൾക്ക് ഇടമുണ്ടാകും. പക്ഷേ പത്രങ്ങളുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ദൃശ്യമാധ്യമങ്ങളുടെ അടക്കം വരാത്ത എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ ഉണ്ടാവും, വളരെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ടാകും. അങ്ങനെ എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പത്രവാർത്തകൾ? നമസ്കാരം അഭിലാഷ്, നമസ്കാരം അശ്വതി. സാധാരണ വലിയ വാർത്തകൾ ഉണ്ടാവുന്ന ദിവസം വ്യത്യസ്ത ആംഗിളുകളിലാണെങ്കിൽ പോലും എല്ലാ പത്രത്തിൻ്റെയും ഒന്നാം പേജിലെ മുഖ്യ വാർത്തയായി അത് തന്നെയാണ് നൽകുന്നത്. പക്ഷേ അങ്ങനെയുള്ള ദിവസങ്ങളല്ല എങ്കിൽ വ്യത്യസ്തമായ വാർത്തകളാവും. ഇന്നും അങ്ങനെയാണ്. ഓരോ പത്രങ്ങളും വ്യത്യസ്തമായ വാർത്തകളാണ് മുഖ്യ വാർത്തയായി തന്നെ നൽകിയിട്ടുള്ളത്. എന്തായാലും പത്രം 18ലേക്ക് സ്വാഗതം. നമുക്ക് മനോരമയിൽ നിന്ന് തുടങ്ങിയാൽ മനോരമയിലെ പ്രധാന വാർത്ത ശമ്പള കുടിശ്ശികയും ഏപ്രിൽ ഫൂൾ എന്നുള്ളതാണ്. നാളെ ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ ദിവസമാണ്. അത് വെച്ച് തന്നെ ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നു. ഏപ്രിൽ 1 PF ലയിപ്പിക്കുമെന്ന് പറഞ്ഞ ആദ്യ ഗഡു ശമ്പള ബഹിഷ്കരണ കുടിശ്ശിക നൽകുന്നത് അനിശ്ചിതമായി നീട്ടി എന്നുള്ളതാണ് ആ വാർത്തയിൽ. ഏപ്രിൽ 1 അത് PF ലയിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്നത്. അങ്ങനെയായിരുന്നു നേരത്തെ ഉത്തരവ് വന്നിരുന്നത്. പക്ഷേ തൽക്കാലം ആ ലയിപ്പിക്കുന്നത് നീട്ടിവെച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം. അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി അവർ നൽകുന്നുണ്ട്. 15% DA കുടിശ്ശിക ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല. അതേക്കുറിച്ച് സർക്കാർ മൗനം പാലിക്കുമെന്നാണ് പറയുന്നത്. തമിഴ്നാട് അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഈ DA കുടിശ്ശിക നൽകിയതും മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എപ്പോഴൊക്കെയാണ് ഇത് നൽകിയത്? ഡിസംബർ വരെയുള്ള നൽകിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ 15% വർദ്ധിച്ചിരിക്കുന്നു കുടിശ്ശിക. അത് നൽകാത്തവരും പ്രത്യേകമായി കോളമായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഇന്നലെ ചാനലുകളൊക്കെ പ്രധാനമായും ചർച്ച ചെയ്തതുമാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയ മുടങ്ങി. അത് വെള്ളം ഇല്ലാത്തത് കാരണമാണ്. ശസ്ത്രക്രിയ ടേബിളിലേക്ക് ആ രോഗിയെ കിടത്തിയ ശേഷമാണ് ഈ വെള്ളമില്ല എന്നുള്ള പ്രശ്നം വരുന്നത് മുടങ്ങിയത്. പിന്നീട് എന്തായാലും മന്ത്രിയുടെ ഓഫീസെല്ലാം ഇടപെട്ട് കുടിവെള്ളം അവിടെ എത്തിക്കുകയും ശസ്ത്രക്രിയ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. ആ വാർത്തയും അവർ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഒരു കാർട്ടൂണാണ്. ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ദഹി എന്ന് തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ തൈരിൻ്റെ പാക്കറ്റിൽ ദഹി എന്ന് എഴുതണം എന്നൊരു കേന്ദ്ര നിർദ്ദേശം വന്നിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഏത് ശ്രമത്തിനെതിരെയും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെതിരെ വലിയ ഭാഷാഭിമാനമുള്ള ഒരു നാട് കൂടിയാണ് തമിഴ്നാട്. അവിടെ വലിയ പ്രതിഷേധം സ്റ്റാലിൻ ഉയർത്തുകയും ദഹി എന്ന് പ്രധാനമന്ത്രി പറയുന്നപ്പോൾ ദഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തൈരുകുടം തല്ലിപ്പൊട്ടിക്കുന്നു സ്റ്റാലിൻ. അതാണ് കാർട്ടൂൺ. മനോരമ ശിവയുടെ കാർട്ടൂണാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കാർട്ടൂണാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഭാരമേറും എന്നുള്ളതാണ്. നാളെ മുതൽ ഏപ്രിൽ 1 മുതൽ സംസ്ഥാന ബഡ്ജറ്റിലുണ്ടായ നികുതി വർധനവ്, കേന്ദ്ര ബഡ്ജറ്റിലുണ്ടായ നികുതി വർധനവ്, ഇതെല്ലാം നമ്മുടെ ജീവിതഭാരം ഇന്ന് വരെ ഉണ്ടായിരുന്ന ചിലവ് കൊണ്ട് നാളെ മുതൽ ജീവിക്കാൻ കഴിയില്ല. കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതും എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ, പ്രത്യേകിച്ച് ഇൻഫോഗ്രാഫിക്സായി തന്നെ ഏതെല്ലാം വിഭാഗത്തിലാണ് പണം കൂടുതൽ ചിലവാകുന്നത്, ചിലവ് അധികം വരാൻ പോകുന്നത്, എവിടെയൊക്കെയാണ് ലാഭം ഉണ്ടാകാൻ പോകുന്നത്, ഇതെല്ലാം വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 2 രൂപ വെച്ച് നാളെ മുതൽ കൂടുന്നത്, ഭൂമി ഇടപാടിൽ 20% ന്യായവിലയുടെ വർധനവ്, കെട്ടിട നികുതിയിൽ ഉണ്ടാകുന്ന 5% വർധനവ്, വാഹന നികുതിയിൽ ഉണ്ടാകുന്ന വർധനവ്, അങ്ങനെ മദ്യത്തിൽ ഉണ്ടാകുന്ന വർധനവ്, ഇതെല്ലാം കൃത്യമായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണ്ണത്തിന് HUID വരുന്നതും വാലറ്റ് ചാർജ് വരുന്നത്, ഇങ്ങനെ വ്യത്യസ്തമായ വാർത്തകൾ. എങ്ങനെയൊക്കെയാണോ നമ്മുടെ ജീവിതത്തിലെ ചിലവ് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നത്, ആ വാർത്തകൾ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മാറ്റമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് മനോരമ മാത്രമല്ല മറ്റു പത്രങ്ങളും ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചിത്രമാണ്. അത് മനോരമയാണ് മലയാള പത്രങ്ങളിൽ നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉൾവശം നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം എന്ന് പറഞ്ഞാൽ 540 പേരിരിക്കുന്ന പാർലമെൻറ്റ് മന്ദിരം നമ്മുടെ നിയമസഭയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം 1/3 വലിപ്പം മാത്രമാണുള്ളത്. അത്രത്തോളം ചെറിയൊരു സംവിധാനത്തിലാണ്, വളരെ ഇടുങ്ങിയാണ് ഇരിക്കുന്ന ആളുകൾ ഇരിക്കുന്നത്. അതിനു പകരമായി അതിവിശാലമായ ഒരു പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് ഇന്ത്യ മാറുന്നു. അത്തരം ഒരു മാറ്റത്തിന് അതിൻ്റെ ആ ഇരിപ്പിടങ്ങളുടെ ക്രമീകരണം അടക്കമുള്ള ചിത്രമാണ് മനോരമ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, എല്ലാവരുടെയും സ്പോർട്സ് പേജിൽ ക്രിക്കറ്റ് എന്നുള്ള IPL ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് മുതൽ IPLൻ്റെ ഒരു പൂരം, അത് വ്യത്യസ്തമായ തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പോർട്സ് പേജിലാണ് ഏറ്റവും സർഗാത്മകമായ തലക്കെട്ടുകൾ എല്ലാ പത്രങ്ങളും നൽകുന്നത്. മനോരമയും നൽകിയത് ക്രിക്കറ്റ് ഓർക്കസ്ട്ര എന്നാണ് അവർ നൽകിയിരിക്കുന്ന പേര്. ഈ പ്രധാനപ്പെട്ട ടീമിൻ്റെ ക്യാപ്റ്റന്മാരെല്ലാം വ്യത്യസ്തമായ ക്രിക്കറ്റ് ബാറ്റ് തന്നെ അത് വയലിനായും ഓടക്കുഴലായും ഒക്കെ സ്റ്റമ്പും ഒക്കെ എടുത്ത് മാറ്റി, അങ്ങനെ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന ഓരോ കായിക ഉപകരണത്തെ ഒരു സംഗീത ഉപകരണമായി പരിവർത്തിപ്പിച്ച് ആ രീതിയിലുള്ളൊരു കാർട്ടൂൺ കൂടിയാണ് അവർ നന്നായി തന്നെ നൽകിയിരിക്കുന്നത്.
മറ്റൊന്ന് കേരള കൗമുദിയുടെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കേരള കൗമുദിയുടെ പ്രധാനപ്പെട്ട വാർത്ത ചൂടുമായി ബന്ധപ്പെട്ടതാണ്. ചൂട് വളരെയധികം വർദ്ധിക്കുകയാണ്. പുറത്തൊക്കെ നമ്മൾ തന്നെ ഓഫീസിലേക്ക് വരുന്ന ചെറിയ സമയത്തിൽ പോലും ഉച്ച സമയമൊക്കെ ആണെങ്കിൽ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് പുറത്ത് പണിയെടുക്കേണ്ടവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ പുറത്ത് നിരന്തരം യാത്ര ചെയ്യേണ്ടി വരുന്ന തൊഴിലെടുക്കുന്നവർ, അങ്ങനെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും ഈ ചൂട് ഏപ്രിൽ പൊള്ളും എന്ന് തന്നെയാണ് അവർ. ഗോകുൽ കൃഷ്ണ യുഎസിൻ്റെ വാർത്തയാണ്. ഓരോ വർഷവും മാർച്ചിലെ പരമാവധി ചൂട്, ഈ വർഷം മാർച്ചിലെ പരമാവധി ചൂട് 40 ഡിഗ്രിയാണ്. ഒരു ഏക ആശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷവും 2019 41 ഡിഗ്രി വരെ മാർച്ചിൽ ചൂട് ഉയർന്നിട്ടുണ്ട്. ഏറ്റവും കൂടിയ ചൂട് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിനപ്പുറത്തേക്ക് പോകില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ചൂട് കൂടാൻ ഉള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രതീക്ഷിക്കുന്ന മഴയുടെ അളവും ഓരോ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും എത്രയാണ്, ഇതെല്ലാം വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലയിലും മഴ ലഭിച്ചത്, കണ്ണൂരിൽ മഴയെ മാർച്ചിൽ ലഭിച്ചില്ല എന്നുള്ള വാർത്തയും ഇതിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള കൗമുദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇറക്കുമതി തീരുവ ഒഴിവാക്കി ക്യാൻസർ മരുന്നിനുൾപ്പെടെ വില കുറയും എന്നുള്ളതാണ്. വില കുറയുക 51 രോഗങ്ങളുടെ മരുന്നിന് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയത് കാരണം ക്യാൻസർ അടക്കമുള്ള രോഗികൾക്ക് നിരന്തരം മരുന്ന് കഴിക്കേണ്ടതാണ്. ഒട്ടേറെ രോഗികൾ അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ആ എല്ലാ ഇതുവരെ അവർ കെട്ടിപ്പടുത്തു വന്ന എല്ലാ ജീവിതാവസ്ഥയും തകർക്കുന്നതാണ് ഇത്തരം രോഗങ്ങൾ. ആ രോഗത്തിന് വേണ്ടി അത്രത്തോളം വലിയ ചിലവുണ്ട്. അവർക്ക് ഈ മരുന്നിൻ്റെ വിലയിലെങ്കിലും ഇളവ് കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. ആ വാർത്ത പല പത്രങ്ങളും, മിക്ക പത്രങ്ങളും 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. KP രാജീവനാണ് കേരള കൗമുദിയിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഒരു പ്രധാന വാർത്ത, പത്മശ്രീ വയ്ക്കാൻ വീട്ടിലിടമില്ല, സങ്കടക്കടലിൽ ചെറുവയൽ രാമൻ എന്നുള്ളതാണ്. ചെറുവയൽ രാമന് പത്മശ്രീയെ കിട്ടി, പക്ഷേ അദ്ദേഹം ഇപ്പോഴും കഴിയുന്നത് ഒരു പുല്ലുമേഞ്ഞ വീട്ടിലാണ്. അദ്ദേഹവും കുടുംബവും എല്ലാം കഴിയുന്നത് അതിപ്പോഴും ചോർന്നൊക്കെ ഒലിക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ്. ഇത് പത്മശ്രീ അദ്ദേഹത്തിന് ചെറുവയൽ രാമന് വീടില്ല എന്നത് മാത്രമല്ല ഈ വാർത്തയുടെ ഒരു പ്രാധാന്യം. ഇത്രയേറെ വലിയ തോതിൽ നെൽവിത്തുകളും മറ്റ് വിത്തുകളും എല്ലാം സംരക്ഷിക്കുകയും കൃഷിയെല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യന് നല്ലൊരു വീട് വെക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ കൃഷിക്കാർ അത്രത്തോളം പ്രയാസപ്പെട്ട, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിതാവസ്ഥ അവർക്ക് ഉണ്ടാവുന്നില്ല. മറ്റ് പല തൊഴിലുകളും ചെയ്യുന്നവർക്ക് സ്വന്തമായി വീട് വെക്കാനും അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിന് ഇതിന് ചിലവഴിക്കാൻ പണം കിട്ടുമ്പോൾ കൃഷിക്കാർക്ക് അത്തരത്തിൽ ഇപ്പോഴും പണം കിട്ടുന്നില്ല എന്നത് വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ കാണേണ്ടതാണ്, അല്ലെങ്കിൽ സംവിധാനങ്ങൾ ആകെ കാണേണ്ടതാണ്. ആ ചിത്രം കൂടിയാണ് ചെറുവയൽ രാമന് വീടില്ല, ഒരാൾക്ക് വീടില്ല എന്നതിനപ്പുറത്തേക്കുള്ള ഒരു മാനം കൂടി നൽകുന്ന വാർത്തയാണ്. 1-ാം പേജിൽ പ്രദീപ് മാനന്തവാടിയുടെ വാർത്തയാണ് 1-ാം പേജിൽ തന്നെ കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഇത് ദേശാഭിമാനിയുടെ വാർത്തയാണ്. തരണം ചെയ്ത് മുന്നോട്ട് എന്നുള്ളതാണ്. വർഷാന്ത്യ ചെലവ് 20,000 കോടി പിന്നിട്ടു, തരണം ചെയ്ത് മുന്നോട്ട്. മറ്റ് പത്രങ്ങളും ചാനലുകളും ഒക്കെ പലപ്പോഴും സർക്കാരിൻ്റെ പ്രതിസന്ധി വലിയ വാർത്തയായി നൽകുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി വലിയ വാർത്തയായി നൽകുമ്പോൾ അങ്ങനെയല്ല, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ദേശാഭിമാനി നൽകുന്നുണ്ട്. സ്വാഭാവികമാണ്, സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ മുഖപത്രമാണ്. ആ ആംഗിളിൽ തന്നെയാണ് ദേശാഭിമാനി 1-ാം പേജിൽ വാർത്ത നൽകിയിരിക്കുന്നത്. ഏതെല്ലാം മേഖലയിലാണ് കേരളം ഇങ്ങനെ അതിജീവിച്ചത്, അതോടൊപ്പം തന്നെ നാളെ മുതലുള്ള മാറ്റങ്ങൾ, വില കൂടുന്നതും പ്രത്യേകമായി തന്നെ ഇൻഫോഗ്രാഫിക്സായി 1-ാം പേജിൽ തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്, അമിത വിമാന നിരക്ക് നിയന്ത്രിക്കണമെന്നുള്ളതാണ്. ഗൾഫ് മേഖലയിൽ വസിക്കുന്ന പ്രവാസികൾ മഹാഭൂരിപക്ഷം പേരും അങ്ങനെ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയൊന്നും ഉള്ളവരല്ല, സാധാരണ ജീവിതാവസ്ഥയിലോ തീരെ ചെറിയ ജീവിതാവസ്ഥയിലോ ഒക്കെ നിൽക്കുന്നവരാണ്. അവർക്ക് ഏറ്റവും പ്രധാന വിഷയം ഈ അവധി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവധിയുടെ കൂടെ പെരുന്നാൾ കൂടിയാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും വലിയ തോതിലാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്, 2-3 ഇരട്ടിയായിട്ടൊക്കെയാണ് നിരക്ക് ഉയർത്തിയിരിക്കുന്നത്. വർഷത്തിൽ ചിലപ്പോൾ ഒരിക്കലായിരിക്കും നാട്ടിലേക്ക് വന്നു പോകാൻ കഴിയുക. ഒരു കുടുംബത്തിൽ 3-4 പേർക്ക് വന്നു പോകണമെങ്കിൽ 1-2 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വർഷത്തെ സാമ്പത്തികാവസ്ഥയെ തന്നെ തകർക്കുന്നതാണ്. അത്തരത്തിലാണ് വിമാന കമ്പനികൾ ഇപ്പോൾ കൊള്ള നടത്തുന്നത്. അതിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. ഇത് വർഷങ്ങളായി തുടരുന്ന കാര്യമാണ്. കേരളം ആവശ്യപ്പെടുകയും ഇതിനെല്ലാം മറുപടി വരികയും, പക്ഷേ അപ്പോഴും പ്രവാസികളുടെ ഈ ദുരിതത്തിന് ഇപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയുണ്ട്. മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന, രാജ്യത്ത് ഒമിക്രോൺ വ്യാപനമേറി എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പാണ്. വീണ്ടും നമ്മളെല്ലാം കോവിഡ് മുക്തരായി, നമ്മളെല്ലാം മാസ്ക് എല്ലാം മാറ്റി വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും കോവിഡ് ഇവിടെ നിന്ന് പോയിട്ടില്ല. ഒമിക്രോൺ വെർഷൻ ഇപ്പോഴും ഉണ്ട്. അത് വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലേക്കും ഇത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്ത കൂടി നൽകുന്നുണ്ട്. ഒറ്റ ദിവസം ഇന്ത്യയിൽ മാത്രം 3016 രോഗികളാണ് ഇന്നലെ വന്നത്. മഹാരാഷ്ട്രയിൽ 694 പേർക്ക്. പക്ഷേ ഈ നേരത്തെ ഉള്ളതുപോലെ അങ്ങനെ സ്ഥിരമായ ഒരു കോവിഡ് പരിശോധന, പനി വന്നാൽ അങ്ങനെ പരിശോധനയൊന്നും ഇപ്പോഴില്ല എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ കണക്ക് ചിലപ്പോൾ ഇതിലും ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആവർത്തിച്ച് വരുന്നുണ്ട്. മറ്റൊന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്തയാണ്. BJPയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയെ ചൊല്ലിയുള്ള പോര് ശക്തമായി തന്നെ നൽകുകയാണ്. ജർമ്മനി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ ഞങ്ങൾ ആ വിഷയം പരിശോധിക്കുകയാണെന്നുള്ള അഭിപ്രായം അവരുടെ വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ദിഗ്വിജയ് സിംഗ് ട്വീറ്റ് ചെയ്തിരുന്നു. ഇതാണ് പ്രധാനമായും BJP ഉയർത്തുന്ന വിഷയം. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിലേക്ക് കൈകടത്താൻ
വേണ്ടി മറ്റ് വിദേശ രാജ്യങ്ങളെ കോൺഗ്രസ് ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം അവതരിപ്പിക്കുക എന്നുള്ള ഒരു പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ചും ഇത്തരം വിവാദങ്ങളുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം തന്നെ ഈ വാർത്ത പ്രാധാന്യത്തോടെ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ 1-ാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇതുതന്നെയാണ്. മറ്റൊന്ന് കൊച്ചിയെ സംബന്ധിച്ച വാർത്തയാണ്, സുധാ നമ്പൂതിരിയുടെ വാർത്തയാണ്. കൊച്ചി എത്രത്തോളം ഈ വിഷപ്പുകയെല്ലാം ശ്വസിക്കേണ്ടി വരുന്ന കൊച്ചിക്കാർക്ക് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് 10-12 ദിവസത്തോളം വമിച്ച വിഷപ്പുക, അങ്ങനെ കൊച്ചിയുടെ പൊല്യൂഷൻ അത്രത്തോളം വ്യാപിച്ച് അത്രത്തോളം ജനജീവിതം ദുസ്സഹമാകുന്ന മട്ടിലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ശക്തമായ വേനൽ മഴ ലഭിച്ചില്ല എന്നതിനാൽ ഈ പുകയെല്ലാം അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വാർത്ത കൂടിയാണ് പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഓരോ വർഷത്തെയും എത്രത്തോളം അളവിലാണ് ഇതിൻ്റെ തീവ്രത ഉള്ളത്, അതെല്ലാം ഒരു ഗ്രാഫിക്സായി തന്നെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലാണ് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് കാര്യവും പ്രത്യേകം ബുള്ളറ്റ് പോയിന്റുകളായി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാർത്ത പാർലമെൻറ്റ് പാനലിൻ്റെ വാർത്തയാണ്. 234 അണക്കെട്ടുകളെ സംബന്ധിച്ച് 234 അണക്കെട്ടുകൾ 100 വർഷത്തിലേറെ, ഒരു നൂറ്റാണ്ട് പിന്നിട്ട് 234 അണക്കെട്ടുകളാണ് ഇന്ത്യയിൽ ആകെയുള്ളത്. ഇതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് പാർലമെൻറ്റ് കമ്മിറ്റി തന്നെ ആശങ്കകൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ ഒന്ന് മാത്രം, മുല്ലപ്പെരിയാർ മാത്രമാണ് ഉള്ളത്. മറ്റ് പല സംസ്ഥാനങ്ങളായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട 15 അണക്കെട്ടുകളുള്ള സംസ്ഥാനങ്ങൾ എത്ര വർഷം പഴക്കമുള്ളതാണ് എന്നെല്ലാം വളരെ കൃത്യമായി തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട്. ആ വാർത്തയും കേരളത്തെ സംബന്ധിച്ചുകൂടി പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് ദേശീയ തലത്തിൽ. പക്ഷേ 234 എന്ന് പറയുമ്പോൾ കേരളത്തിന് ഒരു തരത്തിൽ ആശ്വസിക്കാൻ, നമ്മളെക്കാൾ പഴയ അണക്കെട്ടുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ അതിൻ്റെ ബലപ്പെടുത്തേണ്ടൊക്കെ സമയം ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് വാർത്ത കാണിക്കുന്നത്. മറ്റൊന്ന് മംഗളത്തിൻ്റെ വാർത്തയാണ്. എയ്ഡഡ് കോളേജിൽ പട്ടികവിഭാഗ സംവരണം നാമമാത്രമാണ് എന്നുള്ള വാർത്തയാണ്. വളരെ സാമൂഹിക പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ജബി പോൾ നൽകിയിരിക്കുന്നത്. 10,666 അധ്യാപകർ എയ്ഡഡ് വിഭാഗത്തിലുണ്ടെങ്കിൽ പട്ടികവിഭാഗക്കാർ 97 മാത്രമാണ്. 6,089 അനധ്യാപകരിൽ 48 പേർ മാത്രമാണ് എന്നുള്ളതാണ്. വർഷങ്ങളായി എയ്ഡഡ് സ്കൂളുകളിലേക്ക് സംവരണമില്ലാത്തത് കാരണം സംവരണമില്ലാതെ തന്നെ എല്ലാ വിഭാഗത്തിലും അവസരം ലഭിക്കും എന്നുള്ള വാദം തെറ്റാണ് എന്നുകൂടി തെളിയിക്കുന്നതാണ്. ഈ എയ്ഡഡ് സ്കൂളിലെ കോളേജ് അധ്യാപകരിലൊക്കെ നാമമാത്രം എണ്ണം സഹിതമാണ് നൽകിയിരിക്കുന്നത്. നാമമാത്രമായ ആളുകൾ മാത്രമാണ് പട്ടിക വിഭാഗത്തിൽ നിന്ന്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് അധ്യാപകരെ എത്തുന്നത്. ഈ വലിയ നല്ല അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്ന ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നതുകൂടി വ്യക്തമാക്കുന്ന കണക്ക് സഹിതമുള്ള വാർത്തയാണ് മംഗളം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ്. മംഗളവും 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അരിക്കൊമ്പൻ പ്രതിഷേധം വിരമ്പി ജനകീയ ഹർത്താൽ എന്നുള്ളതാണ്. അരിക്കൊമ്പനെ പിടിക്കാൻ കോടതി അനുവദിക്കുന്നില്ല. കോടതി അതിന് മറ്റ് ചില കാരണങ്ങൾ കൂടി പറയുന്നു. പക്ഷേ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത ആശങ്കയിൽ നിൽക്കുകയാണ്. അവർക്ക് കോടതിയുടെ വിധിയെ ഒന്നുമല്ല അവരുടെ വിഷയം. ഓരോ ദിവസവും എങ്ങനെ കിടന്നുറങ്ങും എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്നവരാണ്. കോടതി പക്ഷേ പറയുന്നത് ഒരു അരിക്കൊമ്പനെ പിടിച്ചാൽ കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമെന്നുള്ള മറ്റൊരു ഗൗരവമായ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്തയും മംഗളവും അടക്കം എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പത്രങ്ങളെല്ലാം പ്രാധാന്യത്തോട് നൽകിയിരിക്കുന്നൊരു വാർത്തയാണ്. സർക്കാരിന് പൊല്ലാപ്പാകുമോ എന്നുള്ള ദുരിതാശ്വാസ നിധിയിലെ പണം ചെലവഴിച്ച സംബന്ധിച്ച് ലോകായുക്തയുടെ വിധി അത് ഇന്ന് വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് രാജിയിലേക്ക് അടക്കം നയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള മട്ടിലാണ് വാർത്തകളുടെ വിശകലനങ്ങൾ എല്ലാ പത്രങ്ങളും തന്നെ നൽകിയിട്ടുണ്ട്. പ്രാധാന്യത്തോടുകൂടി തന്നെ ചാനലുകളുമെല്ലാം പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത്. ഈ വാർത്തയുടെ വിവിധ വശങ്ങൾ ഇത് മംഗളത്തിൽ സൈത് പരമേശ്വരനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് പത്രങ്ങളും ഇതിൻ്റെ വിശകലനമടക്കം വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇത് ഹിന്ദുവിലെ വാർത്തയാണ്. ഹിന്ദുവിലെ ഇൻഡോറിലൊരു കിണർ തകർന്ന ഒരു ക്ഷേത്രത്തിലെ രാമനവമി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ക്ഷേത്രത്തിൽ ആളുകൾ ഒരുപാട് തടിച്ചുകൂടുകയും അവിടെ ഒരു പുരാതനമായ കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ മേൽത്തട്ട് തകർന്നു വീണ് ആളുകൾ മരിച്ച 14 പേരാണ് അത് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ വാർത്തയും പ്രാധാന്യത്തോടു കൂടി തന്നെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. വീക്ഷണത്തിൻ്റെ വാർത്ത ഇന്നലെ ഖാർഗെ പങ്കെടുത്ത ചടങ്ങിനെക്കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് വീക്ഷണം അതുതന്നെയാണ് പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകേണ്ടത്. 1-ാം പേജിലെ മേജർ സ്ഥലവും ആ വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് KSUCയുടെ അധ്യക്ഷൻ പങ്കെടുത്തത്. ഖാർഗെയുടെ ചിത്രവും അതോടൊപ്പം തന്നെ ആ വേദിയുടെ ഒരു സമഗ്രമായ ചിത്രം, അതോടൊപ്പം തന്നെ ഖാർഗെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അദാനിയെ സംരക്ഷിക്കാൻ മോദി എന്തും ത്യജിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നുള്ളത്, വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. ഈ വാർത്ത ഇത്ര പ്രാധാന്യത്തെ അല്ലെങ്കിൽ പോലും മറ്റ് പത്രങ്ങളെല്ലാം നൽകിയിട്ടുമുണ്ട്. മറ്റൊന്ന് വീക്ഷണത്തിലെ വാർത്ത രാഹുലിനായി കൈകോർത്തു വൈക്കം സ്മരണയിൽ എന്നുള്ളതാണ്. അതും വൈക്കം സ്മരണയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കൾ അതൊരു പ്രതിഷേധം കൂടിയാക്കി. എന്നുവെച്ചാൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷ ചടങ്ങുകൾ ഒരു പ്രതിഷേധം കൂടിയാക്കി മാറ്റിയതിൻ്റെ വാർത്ത തന്നെയാണ്. അതും പ്രാധാന്യത്തോടു കൂടി തന്നെ വീക്ഷണം നൽകിയിരിക്കുന്നു. മറ്റൊന്ന് മാതൃഭൂമി വീക്ഷണമെന്ന് തെറ്റായി രേഖപ്പെടുത്തിയാണ്. മാതൃഭൂമിയുടെ വാർത്തയാണ് മൗനാനുരാഗത്തിൻ ലോലഭാവം എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായികയാണ് സുജാതയ്ക്ക്
60 വയസ്സ് തികയുകയാണ്. മലയാളത്തിൽ തന്നെ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി എഴുതാൻ കഴിയുന്ന രവി മേനോൻ്റെ ഒരു കുറിപ്പാണ്, വളരെ മനോഹരമായ ഒരു കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. മാതൃഭൂമി എഡിറ്റ് പേജിൽ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റു പല പത്രങ്ങളും അത്ര ഒരു ഇന്ന് 60 വയസ്സ് തികയുന്നു എന്നത് ഓർത്ത് കാണില്ല. എന്തായാലും മാതൃഭൂമി മനോഹരമായി തന്നെ സുജാതയ്ക്ക് 60 എന്നുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലെ മറ്റൊരു വാർത്ത കേസ് ഒഴിയാതെ രാഹുൽ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഈ പരാമർശത്തിൻ്റെ പേരിൽ ഒരിടത്ത് മാത്രമല്ല കേസ് കൊടുത്തിരിക്കുന്നത്, പട്നയിലും കേസ് കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കേസിൽ എങ്ങനെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കങ്ങൾ BJP നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് കേസ് ഒഴിയാതെ രാഹുൽ എന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റു പല വാർത്തകളും മറ്റു പല പത്രങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ എല്ലാ വാർത്തകളിലേക്കും നമുക്ക് സമയപരിമിതി മൂലം കടന്നുപോകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം എത്തി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പത്രം 18 പൂർണ്ണമാവുകയാണ്. താങ്ക് യു കിരൺ. എന്തായാലും വിശദമായി തന്നെ നമ്മൾ എല്ലാ പത്രങ്ങളിലൂടെയും പോകാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർക്ക് അത് ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ഇനി ഒരു ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത്, പ്രത്യേകിച്ച് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഈ കൃതികൾ വായിക്കുന്ന, കവിതകൾ, കഥകളൊക്കെ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വീകാര്യയായ എഴുത്തുകാരിയായിരുന്നു സാറാ തോമസ്. അവർ സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. 88 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് മകളുടെ വസതിയിലായിരുന്നു അന്ത്യം. ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 17 നോവലുകൾ അവർ രചിച്ചിട്ടുണ്ട്. അതിലേറെ ഈ നോവലുകൾ പല ആളുകൾക്ക് പല ടേസ്റ്റാണ്, വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം പല ടേസ്റ്റാണുള്ളത്. അതിൽ ഈ നോവലുകളെക്കാളൊക്കെ ഏറ്റവും സ്വീകാര്യമാകുന്നത് ചെറുകഥകളാണ്. അത് പല പ്രസിദ്ധീകരണങ്ങളിലായി വരും. എനിക്ക് തോന്നുന്നു അശ്വതി, ഈ സാഹിത്യ രചനകൾ അധികം വായിക്കാത്തവർ പോലും ചെറുകഥകളൊക്കെ വായിക്കും. അവർ എപ്പോഴും ഈ സാഹിത്യം വായിക്കുന്നവരൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്കും ഏറെ സ്വീകാര്യയായിരുന്നു സാറാ തോമസ്. അങ്ങനെ നിരവധി ചെറുകഥകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നീർമടിപ്പുടവ എന്ന് പറയുന്ന രചന, നാർമടിപ്പുടവ നോവലാണ്. അതോടൊപ്പം അർച്ചന പോലെയുള്ള കൃതികൾ, പവിഴമുത്ത, മുറിപ്പാടുകൾ എന്നീ നോവലുകൾ സിനിമയാക്കിയിട്ടുണ്ട്. അത് അത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് അത് സിനിമയിലൂടെ. എന്തായാലും സാറാ തോമസിന്റെ വിയോഗം വലിയ നഷ്ടമാണ്, സാഹിത്യ ലോകത്തിന് വലിയ നഷ്ടമാണ്. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. സംസ്കാര ചടങ്ങ് നാളെയാണ്. അതെ, ഒപ്പം ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ കഥാവിഭാഗങ്ങളിലായി 25-ലധികം കൃതികൾ പുറത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിലും കേരള ഫിലിം സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയിലും കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിലും തിരുവനന്തപുരം ദൂരദർശന്റെ ഫിലിം സ്കാനിംഗ് കമ്മിറ്റിയിലൊക്കെ അംഗമായിരുന്നു. അത്രയും വിവിധ മേഖലകളിൽ ഈ പ്രായം എത്തിയപ്പോഴും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. തീർച്ചയായും നമുക്ക് ന്യൂസ് 18 അന്ത്യാഞ്ജലി കൂടി അർപ്പിക്കാം. സാറാ തോമസിന് സാഹിത്യ ലോകത്തിന് വലിയ നഷ്ടമാണ്. ഈ വാർത്തയുടെയും ഫോളോ അപ്പുകൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അതോടൊപ്പം ഈ നമ്മൾ നേരത്തെ തന്നെ ആവർത്തിച്ച് സൂചിപ്പിച്ചതാണ്, ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നു എന്നുള്ളത്. അടുത്ത ദിവസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾക്ക് നികുതി ഭാരം കൂടി വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. ബജറ്റിൽ പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ എല്ലാത്തിനും വില വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊരു കാലയളവ് നൽകിയിരുന്നു. ആ കാലയളവ് നാളത്തെ കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കൊണ്ട് അവസാനിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ ഭയപ്പെട്ടിരുന്ന നാളുകൾ എത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ എന്നാണ് പറയേണ്ടത്. എന്തായാലും കുടുംബ ബജറ്റിന്റെ എല്ലാം വില കൂടും, ഭൂമിയുടെ ന്യായവിലയിലും വർധനമുണ്ടാകും. ഇതോടെ കുടുംബ ബജറ്റുകൾ താളം തെറ്റും. പക്ഷെ നമ്മൾ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ആ ബജറ്റ് കഴിഞ്ഞ സമയത്ത് ദിവസവും പ്രതിഷേധമായിരുന്നു. പക്ഷെ ആ പ്രതിഷേധത്തിലൊന്നും വലിയ കാര്യമുണ്ടായില്ല. നമ്മൾ ആ ഒരു ഘട്ടം ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ ഇങ്ങനെ: മദ്യത്തിനും ഇന്ധനത്തിനും ബജറ്റിൽ പ്രഖ്യാപിച്ച സെസ് ഈടാക്കി തുടങ്ങും. 500 മുതൽ 999 രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു കുപ്പിക്ക് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 20 രൂപയുമാണ് സെസ്. പെട്രോളിനും ഡീസലിനും 2 രൂപ വർദ്ധിക്കും. മദ്യ സെസ് വഴി 400 കോടിയും ഇന്ധന സെസ് വഴി 750 കോടിയും ഫണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ക്ഷേമ പെൻഷൻ നൽകാനുള്ള സാമൂഹിക സുരക്ഷാ സീഡ് ഫണ്ടിലേക്കാണ് സെസ് തുക പോകുന്നത്. ഭൂമിയുടെ ന്യായവില, വാഹന നികുതി തുടങ്ങിയവയും വർദ്ധിക്കും. ന്യായവില 20% വർദ്ധിക്കുക.
പണയാധാരം രജിസ്ട്രേഷൻ, ഒഴിവ് കുറികൾക്കും 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകണം. വസ്തുനികുതി 5% വർദ്ധിക്കും. വാണിജ്യ വ്യവസായ യൂണിറ്റുകൾക്കുള്ള വൈദ്യുതി തീരുവയിൽ 5% വർധന. ഇരുചക്ര വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി 2% കൂടും. 2000 മുതൽ 4000 രൂപ വരെയാകും വില വർധന. 5 ലക്ഷം വരെ വിലയുള്ള കാറുകൾക്ക് 1% നികുതി വർധന. 5 മുതൽ 15 ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾക്ക് 2% നികുതി കൂടും. 15 മുതൽ 20 ലക്ഷം രൂപ വരെയും 20 മുതൽ 30 ലക്ഷം രൂപ വരെയും വിലയുള്ള വാഹനങ്ങൾക്ക് 1% നികുതി കൂടും. ഇതിലൂടെ 432 കോടി അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ ആഘാതത്തിൽ നിന്ന് സാധാരണക്കാർ പുറത്തു കടക്കും മുമ്പാണ് ഇന്ധന വില വർധനവ് നാളെ മുതൽ നിലവിൽ വരുന്നത്. ഇതോടെ എരിതീയിൽ നിന്ന് വറചട്ടിയിൽ വീണ അവസ്ഥയിലാകും മലയാളികൾ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, News 18. എന്തായാലും 1-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് വഴി പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടി കൂടണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ FM റേഡിയോ കേൾക്കുകയാണ്. അതിൽ അവതാരകർ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ഈ ശമ്പളം വർദ്ധിപ്പിക്കുക, അപ്രൈസലിൻ്റെ സമയമാണ്. ഞാനും കരുതിയിരുന്നത് ഇതൊക്കെ വളരെ സീക്രട്ടായി വെക്കുന്ന, എല്ലാ സ്റ്റാഫുകളും സീക്രട്ടായി വെക്കുന്ന കാര്യമാണെന്നാണ്. അത് തന്നെയാണ് അവർ പറയുന്നത്. അതായത് ഇതൊട്ടും സീക്രട്ടൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. മാർച്ച് അവസാനമാകുമ്പോൾ അപ്രൈസൽ ഉണ്ടാകും, ചിലർക്ക് ശമ്പളം കൂടുതൽ ലഭിക്കും, അത് കിട്ടാത്തവർക്ക് അതിർത്തി ഉണ്ടാകും, ചില സ്ഥാപനങ്ങൾ മാറും. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. പക്ഷേ കുടുംബ ബജറ്റ് ഈ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അവരുടെ ദിവസേനയുള്ള കൂലിയൊന്നും അധികം വർദ്ധിക്കില്ല. പക്ഷേ വലിയ ചെലവിലേക്കാണ് പോകുന്നത്. അതിന് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ പരിശോധിക്കേണ്ടത് മധുവിന് നീതി ലഭിക്കും. മധു കേസ് നമ്മൾ ഇന്നലെ വലിയ വാർത്തയായത് കൊടുത്തിരുന്നു. ഏപ്രിൽ 4-നാണ് വിധി വരുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ മനസാക്ഷി മൊത്തം ഈ വിധി എന്തായിരിക്കുമെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം മധു എന്ന് പറയുന്നത് അതിനെ നമ്മളൊരു മോശമായി പറയുകയല്ല. പക്ഷേ ആദിവാസി മേഖലകൾ നമുക്കറിയാം, അവർക്ക് പുറം ലോകവുമായി അധികം ബന്ധമൊന്നുമില്ല. മധുവിൻ്റെ അമ്മ മല്ലി നടത്തിയ ഒരു പോരാട്ടം, അവർ ആ ഊരിന് പുറത്തേക്ക് ഇറങ്ങുന്നത് ക്ഷേത്രങ്ങളിൽ പോകാനൊക്കെയാണ്. പിന്നീട് ഇപ്പോഴാണ് ഒരു നിയമ പോരാട്ടത്തിൻ്റെ വഴിക്ക് ഇറങ്ങുമ്പോൾ അവിടെ പ്രോസിക്യൂഷൻ്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഈ മജിസ്റ്റീരിയൽ റിപ്പോർട്ട് കൂടി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതൊരു നിർണായക നീക്കമായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് അത്തരത്തിൽ. അതെ, അതെങ്ങനെയാണ് ഈ കേസിനെ സ്വാധീനിച്ചത് എന്ന റിപ്പോർട്ട് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രത്തിന് പുറമെ സംഭവവുമായി ബന്ധപ്പെട്ട മജിസ്റ്റീരിയൽ റിപ്പോർട്ടുകൾ കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കാറില്ല. എന്നാൽ മധുവിന്റെ മരണം പോലീസ് കസ്റ്റഡിയിൽ ആണെന്ന വാദവുമായി പ്രതിഭാഗം രംഗത്തെത്തിയതോടെയാണ് പ്രോസിക്യൂഷൻ നിർണായക നീക്കം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 മജിസ്റ്റീരിയൽ അന്വേഷണങ്ങൾ നടന്നിരുന്നു. മധുവിന്റേത് കസ്റ്റഡി മരണമാണോ എന്നത് സംബന്ധിച്ച് ഒറ്റപ്പാലം സബ് കളക്ടറായിരുന്ന ജെറോമിക് ജോർജ് നടത്തിയ അന്വേഷണമാണ് ആദ്യത്തേത്. അന്നത്തെ മണ്ണാർക്കാട് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആയിരുന്ന M. രമേശൻ പോലീസ് മർദ്ദനത്തിലാണോ മരണം എന്നതും അന്വേഷിച്ചിരുന്നു. ഈ 2 റിപ്പോർട്ടുകളും വിളിച്ചു വരുത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം. കസ്റ്റോഡിയൽ ഡെത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്ന ഒരു കേസിൽ 176(1)A എന്നുള്ളത് ഒരു മാൻഡേറ്ററി പ്രൊവിഷനാണ്. ഇവിടെ പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീജിയറലായിട്ടുള്ള സബ്മിഷൻ എന്നുള്ള ആ ഒരു പ്രൊസീജിയറും നടന്നില്ല. ആ ഒരു പ്രൊസീജിയറൽ ഡിഫോൾട്ട് കൊണ്ട് ഈ കേസിനൊരു ദോഷം സംഭവിക്കരുത് എന്ന് പ്രോസിക്യൂഷന് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, നിഷ്കർഷ ഉണ്ടായിരുന്നു, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ സംഗതി തെളിവ്. മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ടിന് തെളിവ് മൂല്യമില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ റൂളിംഗ് ചൂണ്ടിക്കാട്ടി ഇതിന് തെളിവ് മൂല്യമുണ്ടെന്ന് പ്രോസിക്യൂഷനും മറുവാദം ഉയർത്തി. പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ബോംബെ ഹൈക്കോടതിയും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചും ഓൺ സെയിം ഫുട്ടിങ്ങിലാണ്. ഇത് തന്നെ എവിഡൻഷ്യറി വാല്യൂ ഉണ്ടെന്നും ഇത് ഒരു എവിഡൻസിന്റെ ഭാഗമാക്കേണ്ടതും ഫൈനൽ റിപ്പോർട്ടിന്റെ ഭാഗമാകേണ്ടതാണെന്നും ഇത് ക്രോസ് എക്സാമിൻ ചെയ്യാനും കൊറോബറേറ്റ് ചെയ്യാനും ഈ റിപ്പോർട്ട് ഉപയോഗിക്കാമെന്നും അതിന് പുറമെ ഈ പറഞ്ഞ എൻക്വയറി റിപ്പോർട്ടിന് ശരിക്കും 164 സ്റ്റേറ്റ്മെന്റ് ഒരു മജിസ്ട്രേറ്റ് എടുക്കുന്നതിനുള്ള വാല്യൂ എന്താണോ അത് പോലെ തന്നെ ഒരു കൺഫെഷൻ, ഒരു ഡൈൻ ഡിക്ലറേഷന്റെ, അതായത് മരണമൊഴിയുടെ ഒരു വാല്യൂ
എന്താണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിനും ഒരു വാല്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ടുകൾ വിളിച്ചുവരുത്തിയ കോടതി റിപ്പോർട്ട് തയ്യാറാക്കിയവരെ വിസ്തരിക്കുകയും ചെയ്തു. അങ്ങനെ പൊടി പിടിച്ചു കിടന്നിരുന്ന റിപ്പോർട്ടുകൾ വിചാരണയുടെ ഭാഗമായി. ഇനി വിധി വരുമ്പോഴറിയാം ആ റിപ്പോർട്ടുകൾ കോടതി എങ്ങനെയാണ് പരിഗണിച്ചതെന്ന്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ഇനി നമുക്ക് ആലപ്പുഴയിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ റിപ്പോർട്ടർ ഈ ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് തുടർച്ചയായി എക്സ്ക്ലൂസീവുകളും ബിഗ് ബ്രേക്കിങ്ങും ഒക്കെ തന്നിരുന്നു. അതാകട്ടെ CPIഎമ്മുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പലപ്പോഴും ഈ പാർട്ടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ദിവസം നേതാക്കൾ വന്ന് അത് നിഷേധിക്കും, അങ്ങനെയൊന്നും നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷെ ശരണ്യ തുടർച്ചയായി അവിടെ വലിയ പൊട്ടിത്തെറിയുണ്ട്, കൂട്ടത്തോടെ ആളുകൾ രാജിവെക്കുന്നുണ്ട്, പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നതൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊട്ടടുത്ത ദിവസം ജില്ലാ സെക്രട്ടറി നാസർ അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി മാറിയ ആലപ്പുഴയിൽ ഇപ്പോഴത്ര നല്ല കാലമല്ല. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ പാർട്ടി വിടുന്നുണ്ട്. അത് ലോക്കൽ സെക്രട്ടറി, പ്രത്യേകിച്ച് ചെങ്ങന്നൂരിലെ ലോക്കൽ സെക്രട്ടറിയുടെ SDPI ബന്ധത്തെ തുടർന്നാണ് ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത്. രാജിവെച്ചു. എന്തായാലും പാർട്ടി അതിനെ ഗൗരവത്തോടെ കാണുകയും അതിന് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാനും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച നാസർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന യോഗത്തിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ ശരണ്യ ഇപ്പോഴും പറയുന്നത് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി തുടരുക തന്നെയാണ് എന്നാണ്. ചെറിയനാട് സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ SDPI ബന്ധമടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയരുകയും പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ യോഗം ചേർന്നത്. കമ്മിറ്റിയിൽ SDPI നേതാവ് അഷാദുമായി തനിക്ക് കച്ചവട ബന്ധം ഇപ്പോൾ ഇല്ലെന്ന് ഷീദ് മുഹമ്മദ് വിശദീകരിച്ചു. എന്നാൽ LC സെക്രട്ടറിയുടെ സ്വന്തം വാർഡിൽ സിറ്റിംഗ് സീറ്റിൽ CPM സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും SDPI സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തതടക്കമുള്ള ഗൌരവകരമായ ആരോപണങ്ങൾ രാജിക്കത്തിൽ പ്രവർത്തകർ ഉന്നയിച്ചിട്ടുള്ളതിനാൽ കമ്മീഷനെ വയ്ക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ചെങ്ങന്നൂർ ഏരിയ സെന്ററിൽ നിന്നുള്ള MK മനോജ്, P ഉണ്ണികൃഷ്ണൻ നായർ, KS ഷാജു എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. നിരവധി തവണ പരാതിയുമായി ഏരിയ കമ്മിറ്റിയെ സമീപിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് രാജിവെച്ച പ്രവർത്തകർ ജില്ലാ നേതൃത്വത്തെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള കമ്മീഷൻ അംഗങ്ങളിൽ നിന്നും നിഷ്പക്ഷ നിലപാട് ഉണ്ടാകില്ലെന്നാണ് പ്രവർത്തകർ കരുതുന്നത്. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. SDPI ബാന്ധവം ഒരു ഭാഗത്ത് തലവേദന സൃഷ്ടിക്കുമ്പോൾ ലഹരി കേസ് CPMന് കീറാമുട്ടിയാവുകയാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ചാത്തനാട് ബ്രാഞ്ച് കമ്മിറ്റി അംഗം എക്സൈസ് പിടിയിലായതാണ് പുതിയ കേസ്. 15 ബോക്സ് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്കായി കൊണ്ടുപോകുമ്പോഴാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ഹാരിസ് മജീദ് പിടിയിലായത്. ലഹരിക്കടത്തിൽ നേതാക്കന്മാർക്കെതിരെ അന്വേഷണം നടക്കുകയും നിരവധി പ്രവർത്തകർ പുറത്തായതിനു പിന്നാലെ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ആലപ്പുഴ CPMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയുടെ അവലോകനമായിരുന്നു ഇത്തവണ. ആലപ്പുഴയിൽ ഇത്തരത്തിൽ പൊട്ടിത്തെറികളൊക്കെ നടക്കുമ്പോഴും CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാപരമായ കെട്ടുറപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ യോഗം സമാപിക്കുമ്പോൾ ഈ ജനകീയ പ്രതിരോധ ജാഥ വലിയ വിജയമായിരുന്നു എന്നുള്ളതാണ് പൊതുവെ പാർട്ടിയുടെ വിലയിരുത്തൽ. അത് മാത്രവുമല്ല, ഈ സംസ്ഥാന സമ്മേളനത്തിൽ അടക്കം സ്വീകരിച്ചിട്ടുള്ള അവലോകന റിപ്പോർട്ടിന്മേലുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ നേരത്തെ കോൺഗ്രസിന്റെ കാര്യം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ ശബരിമലയിൽ പൊള്ളലേറ്റതാണ് CPMന്. അത് തിരികെ പിടിക്കുവാനുള്ള നീക്കങ്ങളൊക്കെയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ സംസ്ഥാന സമിതി ചർച്ച ചെയ്തത്. എന്തായാലും സംസ്ഥാന സമിതി യോഗം ഇന്ന് സമാപിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ UDF ജനപ്രതിനിധികൾ ഇന്ന് കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. രാവിലെ 10 മണി മുതൽ 11 വരെയാണ് സമരം നടത്തുന്നത്. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് UDF അധികാരത്തിലിരിക്കുന്ന പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രദേശങ്ങളിലും ഈ സമരം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ പദ്ധതി വിഹിതം കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് പ്രധാന കാരണം. അതെ, ആദ്യ ഗഡു ഏപ്രിൽ 8-നും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലഭിക്കേണ്ട 2ാം ഗഡു ഒക്ടോബർ 12-നുമാണ് ഇത്തവണ ലഭിച്ചത്. ഇത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കുത്തിയിരിപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നേരത്തെ VD സതീശൻ പറഞ്ഞ പോലെ ഇത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടെന്ന് സൂചിപ്പിച്ചിരുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടത് കൊല്ലത്തേക്കാണ്. അവിടെ
കൊല്ലം പെരുമൺ പട്ടംതുരുത്ത് ജങ്കാർ സർവീസ് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തുറമുഖ വകുപ്പ് അന്യായമായി പിഴ ചുമത്തിയതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാരുടെ ഈ നടപടി. അതെ, ഈ വാർത്തയിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഈ മൺട്രോത്തുരുത്തിലേക്കൊക്കെ ഒരുപാട് വിനോദസഞ്ചാരികൾ പോകുമ്പോൾ ഈ ജങ്കാർ എപ്പോഴും ആ വാർത്തകളിലും അവരുടെ ഫോട്ടോകളിലും ഒക്കെ നിറഞ്ഞ് വരാറുള്ളതാണ്. അപ്പോൾ ആ ജങ്കാർ സർവീസ് നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നവരെ കുറെ പേർക്കെങ്കിലും അതൊരു വലിയ വിഷമമായിരിക്കും. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. മാത്രമല്ല ഈ ഗതാഗത സംവിധാനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്നവരെ സംബന്ധിച്ചിടത്തോളം ജങ്കാറുകൾ എന്നത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതെ, എന്തായാലും ആ വാർത്തയിലേക്ക് നമുക്ക് വളരെ വേഗം എത്താം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഉണ്ടായവർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും. രതീഷ്, വരും മണിക്കൂറുകളിൽ നമുക്കിതിന്റെ കൂടുതൽ ഫോളോ അപ്പുകൾ, എന്ത് നടപടിയാണ് ഉണ്ടായത്, ആർക്കെങ്കിലും ഇതിന് നടപടി ഉണ്ടായോ, അത്തരം കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊല്ലം പെരുമൺ പട്ടംതുരുത്ത് ജങ്കാർ സർവീസ് അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയം ആയിരുന്നു പ്രേക്ഷകരോട് പറഞ്ഞു വെച്ചത്. അതിന്റെ വിശദാംശങ്ങളുമായി ഷാനോസ് ഡേവിഡാണ് ചേരുന്നത്. ഷാനോസ്, ഈ സർവീസ് എന്തുകൊണ്ട് നിർത്തുന്നു, അത് നിർത്തുമ്പോൾ അത് ഏത് തരത്തിലാണ് ആ പ്രദേശത്തെ ബാധിക്കാൻ പോകുന്നത്? ഹലോ അഭിലാഷ, ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് നിന്നും ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് ഈ ജങ്കാറിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അതായത് ഈ ജങ്കാർ സർവീസ്, ഇപ്പോൾ കാണുന്ന ഈ ജങ്കാർ സർവീസ് നാളെ മുതലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ഇവർക്ക് അന്യായമായി ഉദ്യോഗസ്ഥർ അവരുടെ ദുർവാശി മൂലം നടപ്പിലാക്കിയ ഒരു 60,000 രൂപയുടെ പിഴ അടച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കടുത്ത നടപടികളിലേക്ക് തുറമുഖ ഉദ്യോഗസ്ഥർ കടന്നുപോയതോടുകൂടിയാണ് ഈ ജങ്കാർ സർവീസ് നിർത്തുന്ന ഒരു നിലപാടിലേക്ക് ഇവിടുത്തെ ജീവനക്കാർ കടന്നുപോയിരിക്കുന്നത്. അതായത് ഈ ഒരു ജങ്കാർ സർവീസ് നിർത്തുന്നതോടെ ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മൺട്രോത്തുരുത്തിലുള്ള വിദ്യാർത്ഥികളടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർക്ക് കൊല്ലം ജില്ലയിലേക്ക്, കൊല്ലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കടക്കാൻ ഏതാണ്ട് 25 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് ഈ ജങ്കാർ സർവീസ് നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നതിന് വലിയ തരത്തിലുള്ള നഷ്ടം സഹിച്ചുകൊണ്ടാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ആളുകൾ ഉണ്ടാവാറില്ല. സാധാരണഗതിയിൽ ഒരു സഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ശനി ഞായർ ദിവസങ്ങളാണ്. ആ സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ഒരു വരുമാനം ഉണ്ടാകുന്നത്. ബാക്കി ദിവസങ്ങളിൽ ഇതിൻ്റെ ഡീസലിനും ജീവനക്കാരുടെ ശമ്പളത്തിനൊക്കെ തികയുന്ന തരത്തിൽ മാത്രമേ ഉള്ള ഇത് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഈ ജങ്കാർ സർവീസ് നിർത്തുന്നതോടുകൂടി തന്നെ ഈ ജീവനക്കാരുടെ പ്രതിസന്ധി ഒരു സൈഡിൽ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം മുഴുവൻ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ദുർവാശി, കാരണം ഈ പരിശോധനാ സമയത്ത് കൃത്യമായ രേഖകൾ കാണിച്ചില്ല എന്നൊരു പരാതിയാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. അതേസമയം മഴ പെയ്യുന്ന സമയമായതിനാൽ ഈ രേഖകളടക്കമുള്ളത് തൊട്ട് അടുത്തൊരു കടയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ രേഖകളെല്ലാം ഹാജരാക്കാം എന്ന് പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാൻ തയ്യാറാവാതെ കടുത്ത നടപടികളിലേക്ക് തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ മുൻവൈരാഗ്യം മുൻനിർത്തി ഒരു നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് പിഴത്തുക 60,000 രൂപയോളം വരുന്നത്. ഇവർക്ക് ഒരു കാരണവശാലും ഈ തൊഴിലാളികൾക്ക് അടച്ചു തീർക്കാൻ കഴിയാത്ത ഒരു വലിയ തുകയാണ് 60,000 എന്ന് പറയുന്നത്. അത് അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അപ്പം പലതവണയായിട്ട് അധികാരികൾക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ വാർഷിക സർവീസിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഈ വന്നിരിക്കുന്നത്. ഇന്നു മുതൽ ജങ്കാർ ഇല്ല എന്നുള്ളത് ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഷാനസ്, എന്തായാലും ഇത് 9 മണി വാർത്തയിൽ നമുക്ക് ഇതിൽ വിശദമായി ഇതിലേക്ക് ഒക്കെ കൂടുതലായി പോകാം. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രപഞ്ച യാഗത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 7 ദിവസം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാഗമാണ്. അതിന് നേപ്പാളിൽ നിന്ന് അടക്കം ആചാര്യന്മാർ എത്തുന്നു. പൂജയ്ക്കായി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏപ്രിൽ 6 വരെയാണ് അവിടെ പ്രപഞ്ചയാഗം നടക്കുന്നത്. ബാലത്രിപുര സുന്ദരി ദേവി മുഖ്യപ്രതിഷ്ഠയായ പൗർണമിക്കാവ് മറ്റൊരു മഹായാഗത്തിനു കൂടി വേദിയാകുന്നു. നേപ്പാളിലെ പശുപതിനാഥ്, ബദരീനാഥ്, കേദാർനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം തുടങ്ങി 108 പുണ്യകേന്ദ്രങ്ങളിലെ മുഖ്യ പുരോഹിതർ പ്രപഞ്ചയാഗത്തിന് കാർമ്മികത്വം വഹിക്കും. അഘോരി പരമ്പരയിലെ ശ്രീ ശ്രീ കൈലാസപുരിയാണ് യാഗാചാര്യൻ. ഈ ആയി രാജവംശക്കാരുടെ തലമുറ ഇവിടെ കാലാകാലങ്ങളിൽ അവരുടെ കുടുംബദേവതയായി ആചരിച്ചിരുന്ന ഒരു ദേവിയാണ് പൗർണമിക്കാവ് ബാലത്രിപുരസുന്ദരി ദേവി. ഈ ദേവി വളരെ ശക്തിയാർജിച്ച ദേവിയാണ്. അതിവിടുത്തെ മണ്ണ് കണ്ടാൽ തന്നെ അറിയാം, രക്തത്തിൻ്റെ നിറമുള്ള ചമ്മണ്ണാണ്. പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ,
പരാശക്തി, നാഗദേവതകൾ തുടങ്ങി നിരവധി ഉപദേവതകളുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മാസത്തിൽ 2 തവണയേ നട തുറക്കൂ. പൗർണമിക്കും അത് കഴിഞ്ഞു വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ചയും. മഹാ കൈലാസപുരിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ് അഘോരികൾ. ആ അഘോരി സ്വാമിയുടെ തലവനായ ആളാണ്, അഘോരികളുടെ തലവനായ ആളാണ് കൈലാസപുരി സ്വാമി. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട തപസ്സികളാണ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ട മഹാകാളിയാഗം നടന്നിരുന്നു. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമായാണ് യാഗം നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശ്രീ, നേരത്തെ നമ്മൾ ഈ മാറിവാനിയസ് കോളേജിലെ വിരമിക്കാൻ പോകുന്ന ഷേർലി ടീച്ചറെ കുറിച്ചുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇനി നമ്മൾ വിക്ടോറിയ കോളേജ്, അത് പാലക്കാടാണ് വിക്ടോറിയ കോളേജ്, അവിടെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്. ചരിത്രരേഖകളും പുരാവസ്തു ശേഖരവും പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം അടുത്ത അധ്യയന വർഷം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് കോളേജിലുള്ളവർക്ക് മാത്രമല്ല, ഇനി പൊതുജനങ്ങൾക്കും കയറി കാണാം. അതൊരു മ്യൂസിയം ആക്കുകയാണ്. വിക്ടോറിയ കോളേജിന് തറക്കല്ലിട്ടത് മുതലുള്ള ചരിത്രവും ആദ്യകാല ലാബ് ഉപകരണങ്ങളും മാത്രമല്ല, പുരാവസ്തു ശേഖരവും ഹെറിറ്റേജ് മ്യൂസിയത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെ ആദ്യകാല ഔദ്യോഗിക വസതിയാണ് മ്യൂസിയമാക്കി മാറ്റിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഏറെ വിജ്ഞാനപ്രദമാണ് ഈ മ്യൂസിയം. ഫിസിക്സ് ലാബിലെ വിവിധ ഉപകരണങ്ങളിൽ പലതും ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. 1887 ഈ കോളേജ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ 1887 മുതൽ ഇങ്ങോട്ടുള്ള വിദ്യാഭ്യാസ ചരിത്രം, പലതരത്തിലുള്ള ഉപകരണങ്ങൾ അന്ന് മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഹെറിറ്റേജ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൽ ഒരു ഗാലറി പൂർണ്ണമായിട്ടും വിക്ടോറിയ കോളേജുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ പുരാണങ്ങളുടെ താളിയോല ഗ്രന്ഥശേഖരവും മ്യൂസിയത്തെ വേറിട്ടതാക്കുന്നു. പാലക്കാടിന്റെ സാംസ്കാരിക തനിമ വ്യക്തമാക്കുന്ന പുരാവസ്തു ശേഖരവും ഇവിടെയുണ്ട്. പാലക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ്. അപ്പോൾ അത് ഒരേ സമയം നമുക്ക് ഈ ബിൽഡിങ്ങിനെ സംരക്ഷിക്കുവാനും അതുപോലെ ഈ മ്യൂസിയം വിപുലപ്പെടുത്തി കഴിഞ്ഞാൽ അത് ബഹുജനങ്ങൾക്ക് പാലക്കാടിൻ്റെ ചരിത്രവും വിക്ടോറിയ കോളേജിൻ്റെ ചരിത്രവും ഈ മേഖലയുടെ വിദ്യാഭ്യാസ ചരിത്രവും ഒക്കെ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്ന നിലയ്ക്ക് ഒരു വിവിധോദ്ദേശ പഠന കേന്ദ്രമാക്കി ഈ മ്യൂസിയത്തെ മാറ്റാൻ സാധിക്കും. കോൺഗ്രസ് നേതാവ് AK ആന്റണി രാജ്യസഭാ MP ആയിരുന്നപ്പോൾ അനുവദിച്ച പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. അടുത്ത അധ്യയന വർഷം മുതൽ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കോളേജ് അധികൃതർ. ന്യൂസ് 18 പാലക്കാട്. ഇനി നമ്മളിപ്പോ പ്രഭാതകാലത്തിന് സമയം ഏകദേശം പൂർണ്ണമാവുകയാണ്. അപ്പൊ നമുക്ക് കായിക പ്രേമികൾക്ക് ഇനിയൊരു ആവേശത്തിന്റെ ദിനങ്ങളാണ്. 2 മാസം ഉത്സവ നാളുകളാണ്. ആ വാർത്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. IPL-ന്റെ 16ാം സീസണ് ഇന്ന് തുടക്കമാവുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. അതെ, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. എന്തായാലും ഈ IPL-ന്റെ പൂർണ്ണമായ വിശദാംശങ്ങളും അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാഴ്ചകളും എല്ലാം മുഴുവനായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ സ്പോർട്സ് ടീം എൽദോപ്പോൾ പുതുശ്ശേരിയും കൃഷ്ണരാജും അടക്കമുള്ള ഞങ്ങളുടെ സ്പോർട്സ് ടീം, സമ്പന്നമായ സ്പോർട്സ് ടീം റെഡിയാണ്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ഇന്നത്തെ പ്രഭാതകേരളത്തോട് ന്യൂസ് 18 തുടരുക എന്ന് കൂടി നമുക്ക് പറയാം. പ്രഭാതകേരളത്തിന്റെ സമയം അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം നല്ല മികച്ച ഒരു വാർത്താ ദിനം കൂടി, സജീവമായ ഒരു വാർത്താ ദിനം കൂടി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.